ഗുഡ് ഈവനിങ് ഡിയർ ആസ്പിറൻസ്. അനന്ത IAS അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസ് സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഫസ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. ഫസ്റ്റ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു ദ സ്ലീപ്പിംഗ് ഡിസാസ്റ്റർ. കഴിഞ്ഞ ദിവസം ഉത്തരാഖണ്ഡിൽ ഒരു ഫ്ലാഷ് ഫ്ലഡ് പൊട്ടിപ്പുറപ്പെടുകയുണ്ടായി. രണ്ടോളം പേര് മരിച്ചിട്ടുണ്ട്. അതിൽ പെർട്ടിക്കുലർലി മരിച്ചവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഒരു 19-20ഓളം പേര് ഒഴുക്കിൽപ്പെട്ട് കാണാതാവുകയും ഒരു 90ഓളം പേരെ അഫക്റ്റ് ചെയ്യുകയും ചെയ്ത ഒരു വലിയൊരു ദുരന്തം തന്നെയായിരുന്നു നമ്മളുടെ ഈ ഉത്തരാഖണ്ഡ് ഫ്ലഡ് എന്ന് പറയുന്നത്. ഉത്തരാഖണ്ഡ് ഫ്ലാഷ് ഫ്ലഡ് എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം സംഭവിച്ചത്. ഇടയ്ക്കിടയ്ക്ക് ഉത്തരാഖണ്ഡിലും അതിൻ്റെ സമീപ പ്രദേശങ്ങളിലും ഇങ്ങനെ ഫ്ലാഷ് ഫ്ലഡുകൾ സംഭവിക്കുന്നുണ്ട്. മഴ കൂടുതലായിട്ട് പെയ്യുന്നു. അതിനെ ഒരു പെർട്ടിക്കുലർ പേര് പറയും, ക്ലൗഡ് ബേഴ്സ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം എന്താണ് ക്ലൗഡ് ബേഴ്സ്റ്റ് എന്ന് പറയുന്നത്, ദെൻ എങ്ങനെയാണ് റെയിൻഫാൾ സംഭവിക്കുന്നത് എന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ക്ലൗഡ് ബേഴ്സ്റ്റിനെ ഒന്ന് തിരിച്ചറിയാനായിട്ടും അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻ മെഷേഴ്സ് എങ്ങനെ കൈക്കൊള്ളാൻ പറ്റും എന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. ഈ ഒരു ചോദ്യം 2016 മെയിൻസ് പെർസ്പെക്റ്റീവിൽ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. വിത്ത് റെഫറൻസ് ടു ദ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഗൈഡ് ലൈൻസ് ഡിസ്കസ് ദ മെഷേഴ്സ് ടു be adopted to mitigate the impact of recent incident of cloudburst in many places of Uttarakhand. 2013 ഉത്തരാഖണ്ഡിൽ ഫ്ലഡ് ഉണ്ടായിരുന്നു, 2016 ഉത്തരാഖണ്ഡിൽ ഫ്ലഡ് ഉണ്ടായിരുന്നു, 2019 അങ്ങനെ ഈ കാലഘട്ടങ്ങളിലൊക്കെ ഉത്തരാഖണ്ഡ് ഹൈലി വൾണറബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് വിത്ത് റിലേറ്റഡ് ടു നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അല്ലെങ്കിൽ നാഷണൽ ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട ഒരു വൾണറബിൾ സ്റ്റേറ്റ് ആണ്. ഉത്തരാഖണ്ഡ് മാത്രമല്ല, ഹിമാചൽ പ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഈ ക്ലൗഡ് ബേഴ്സിൻ്റെയും നമ്മൾ കുറച്ച് ക്ലാസ്സുകൾക്ക് മുന്നേ ഒരു കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് ഓർക്കുന്നുണ്ടോ? ഗ്ലേഷ്യർ ലേക്ക് ഔട്ട്ബേഴ്സ്റ്റ് ഫ്ലഡ്, ഗ്ലോഫ് എന്ന് പറയും. ഗ്ലേഷ്യർ ലേക്സ് ഔട്ട്ബേഴ്സ്റ്റ് ഫ്ലഡ്. സോ ഇതെല്ലാം കാരണം ഉത്തരാഖണ്ഡ് അടക്കമുള്ള സംസ്ഥാനങ്ങൾ വളരെ ഹൈലി പ്രോൺ ടു ദ ഡിസാസ്റ്റേഴ്സ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് മഴ ഉണ്ടാകുന്നതെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. അതിനുശേഷം എങ്ങനെയാണ് ഈ ക്ലൗഡ് ബേഴ്സ്റ്റ് ഫോം ചെയ്യുന്നത്, മേഘ വിസ്ഫോടനം എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, എങ്ങനെയാണ് മഴ ഉണ്ടാകുന്നത് എന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് എങ്ങനെയാണ് ഒരു മഴ പെയ്യുന്നത് എങ്ങനെയാണ്. ഇപ്പം നമ്മളുടെ നാട്ടിൽ എല്ലായിടത്തും മഴയാണ്. എങ്ങനെയാണ് മഴ പെയ്യുന്നത്? മഴ പെയ്യാനായിട്ട് 3 ഫോംസിലാണ് അല്ലെങ്കിൽ 3 ടൈപ്സ് ഓഫ് പ്രസിപ്പിറ്റേഷൻ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അതിന് മുൻപ് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. അതായത് മരം വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മരങ്ങൾ മഴ പെയ്യാനായിട്ട് സഹായകമാകുമോ? കടലിൽ മഴ പെയ്യുന്നുണ്ടോ? ഈ 2 ചോദ്യങ്ങളാണ് എനിക്ക് ചോദിക്കാനായിട്ടുള്ളത്. കടലിൽ മഴ പെയ്യുന്നുണ്ടോ? മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ മഴ പെയ്യാനായിട്ട് സഹായകമാകുമോ? 2 ഉത്തരങ്ങളാണ്. പണ്ട് ഒരു കേരള പൊളിറ്റീഷ്യനോട് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, കടലിന് മഴയില്ലല്ലോ, അതിന് കടലിൽ മരങ്ങളില്ലല്ലോ എന്നൊരു ഉത്തരം അദ്ദേഹം പറയുന്നുണ്ടായി. ശരിക്കും മഴ പെയ്യുന്നതിന് ഈ മരങ്ങളുടെ ആവശ്യങ്ങളൊന്നുമില്ല. മരങ്ങൾ ഒരു സെക്കൻഡറി റിസോഴ്സസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. നമുക്ക് നോക്കാം, 3 തരത്തിലാണ് ക്ലൗഡ് ഫോർമേഷൻ ഡിഫറെൻറ്റ് രീതിയിൽ നടക്കുമെങ്കിലും പ്രസിപ്പിറ്റേഷൻ നടക്കുന്നത് 3 ടൈപ്സിലാണ്. പ്രസിപ്പിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് വെള്ളം വീഴുന്നു. 3 തരത്തിലാണ്. ഒന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു രീതിയാണ്, നമ്മൾ ചെറിയ ക്ലാസ് മുതൽ പഠിക്കുന്ന കൺവെൻഷണൽ പ്രസിപ്പിറ്റേഷൻ അല്ലെങ്കിൽ കൺവെൻഷണൽ റെയിൻഫാൾ. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അതായത് സൂര്യൻ്റെ ആഗിരണ ശക്തി കൊണ്ട് വെള്ളം നീരാവിയായിട്ട് മാറുകയും അതെന്താവുന്നു, അത് ക്ലൗഡ് ഫോം ചെയ്യുകയും അത് താഴേക്ക് വീഴുകയും ചെയ്യുന്നു. നോർമൽ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അതിനെ എന്ത് പേരിലാണ് വിളിക്കുന്നത്? കൺവെൻഷണൽ precipitation. Okay, air heated by the sun become light and rises in convectional current. It expand. അഡയബാറ്റിക് എക്സ്പാൻഷനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാവും. സോ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും? മഴ സാധാരണ രീതിയിൽ താഴേക്ക് വീഴുന്നു. നമ്മളെല്ലാവർക്കും അറിയാവുന്ന കാര്യം. കൺവെൻഷണൽ പ്രസിപ്പിറ്റേഷൻ ആണ് കേട്ടോ, കൺവെൻഷണൽ അല്ല, കൺവെക്ഷണൽ പ്രസിപ്പിറ്റേഷൻ ആണ്. സ്ലൈഡിൽ കൺവെൻഷൻ എന്നാണ് ഞാൻ കൊടുത്തിരുന്നത്, കൺവെക്ഷണൽ പ്രസിപ്പിറ്റേഷൻ. ഓക്കെ, ദെൻ ദ സെക്കൻഡ് ടൈപ്പ് ഓഫ് പ്രസിപ്പിറ്റേഷൻ. എന്താണ് സെക്കൻഡ് ടൈപ്പ് ഓഫ് പ്രസിപ്പിറ്റേഷൻ? ഇറ്റ് ഈസ് ഓറോഗ്രഫിക് പ്രസിപ്പിറ്റേഷൻ. അതായത്
നമുക്കൊരു മൗണ്ടെയിൻ റേഞ്ച് നമ്മളുടെ ജിയോഗ്രഫിക്കൽ ഏരിയയിൽ എവിടെയെങ്കിലും പൊസിഷൻ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് ഉണ്ടാകുന്ന ഒരു പ്രസിപ്പിറ്റേഷൻ ഫോമാറ്റ് ആണ് ഓറോഗ്രഫിക്. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ എലവേഷൻ ഓഫ് ദ മൗണ്ടെയിൻ റേഞ്ച്. ഓക്കെ, ഓറോഗ്രഫിക് പ്രസിപ്പിറ്റേഷൻ. എക്സാമ്പിൾ പറഞ്ഞേ, നമ്മളുടെ വെസ്റ്റേൺ ഗട്ട്സ്. അതായത് നമ്മുടെ മൺസൂൺ മേഘങ്ങളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം കേരളത്തിൽ മൺസൂൺ മഴ പെയ്യാനായിട്ടുള്ള കാരണം എന്താണ്? അത് ഈ ഓറോഗ്രഫിക് പ്രസിപ്പിറ്റേഷൻ്റെ എക്സാമ്പിൾ ആണ്. കാരണം മഴ മേഘങ്ങൾ ഉണ്ടായതിനു ശേഷം അത് മുന്നോട്ടേക്ക് നീങ്ങുന്നു. എന്തെങ്കിലും ഒരു ഹയർ എലവേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ ഇത് തട്ടുകയും ഈ മേഘങ്ങൾ തട്ടുകയും അവിടെ എന്ത് ചെയ്യും? റെയിൻ ഫോൾ ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ ആണല്ലോ? സോ ഈ കൺവെൻഷണൽ ഓറോഗ്രഫിക് പ്രസിപ്പിറ്റേഷനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലായല്ലോ. ദെൻ അപ്പോൾ ഇങ്ങനെ മഴ പെയ്യുമ്പോൾ, ഇപ്പോൾ കേരളത്തിൻ്റെ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ വെസ്റ്റേൺ ഘട്ട് നമ്മളുടെ മേഘങ്ങളെ തടഞ്ഞു നിർത്തുകയും കേരളത്തിൽ മഴ പെയ്യുകയും ചെയ്യുന്നു. സോ തമിഴ്നാടിന് അധികം മഴ കിട്ടാറില്ല. കിട്ടാറുണ്ടോ? ഇല്ല, തമിഴ്നാടിന് അധികം മഴ കിട്ടാറില്ല. സോ തമിഴ്നാടിന് എന്തുകൊണ്ടാണ് മഴ കിട്ടാത്തത്? അത് ഈ റെയിൻ ഷാഡോ റീജിയണിലാണ് തമിഴ്നാട് കിടക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. ഈ ഒരു പിക്ചറിലേക്ക് നോക്കി, ഇവിടെ മേഘം വരികയാണ്, നമ്മളുടെ വെസ്റ്റേൺ ഘട്ടാണെന്ന് വിചാരിക്കുക. ഇതിൽ മേഘം വരികയാണ്, മേഘം വന്ന് നമ്മളുടെ ഈ ഹിൻഡ്രൻസ് ചെയ്യുകയാണ്. നമ്മളുടെ ഈ മൗണ്ടെയിൻ ആ മേഘത്തെ ഹിൻഡ്രൻസ് ചെയ്യുകയാണ്. സോ എല്ലാ മേഘങ്ങളും ഇവിടെ തന്നെ പെയ്തു പോകുന്നു. ഈ റെയിൻ ഷാഡോ, മഴ നിഴൽ പ്രദേശത്തേക്ക് എന്ത് പോകുന്നില്ല? ക്ലൗഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്നില്ല. അതുകൊണ്ട് അങ്ങടേക്ക് മഴ ലഭിക്കുന്നില്ല. ഓക്കെ ആണോ? സോ ഓറോഗ്രഫിക് റെയിൻഫാൾ, ഓറോഗ്രഫിക് പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത് ഓക്കെ ആണോ? Then the third form of precipitation is frontal precipitation. എന്താണ് ഈ ഫ്രണ്ടൽ പ്രസിപ്പിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഫ്രണ്ടൽ പ്രസിപ്പിറ്റേഷൻ പഠിക്കുന്നതിന് മുൻപ് നമുക്ക് എന്താണ് എയർ മാസ് എന്ന് പഠിക്കാനുണ്ട്. എന്താണ് എയർ മാസ് എന്നുള്ളത് പഠിക്കാനുണ്ട്. എയർ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി, അതായത് ഒരേ രീതിയിലുള്ള, അതായത് ഒരേ രീതിയിലുള്ള ടെമ്പറേച്ചർ ഏരിയ അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി ഒരേ രീതിയിലുള്ള എയർ പാക്കറ്റുകളെയാണ് ഈ എയർ മാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു 30 ഡിഗ്രി അളവിലുള്ള ചൂടുള്ള പ്രദേശങ്ങളുണ്ടാവും, അല്ലെങ്കിൽ ചൂടുള്ള എയർ പാക്കറ്റുകൾ ഉണ്ടാവും. ഇതിനെ എല്ലാത്തിനെയും കൂടി കൂട്ടിയിട്ട് ഒരു വലിയ ലാർജർ എയർ പാക്കറ്റായിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. വായുവാണ്. ചിലപ്പോൾ ഫോർ എക്സാമ്പിൾ കേരളം എടുക്കുക. കേരളത്തിൽ തൃശ്ശൂർ ഒരു താപനിലയായിരിക്കും, അവിടുത്തെ എയറിൻ്റെ താപനില ഒരു താപനിലയായിരിക്കും. ദെൻ എറണാകുളത്തേക്ക് പോയി കഴിഞ്ഞാൽ വേറൊരു താപനിലയായിരിക്കും. അപ്പോൾ പക്ഷേ നമ്മളിങ്ങനെ ലാർജർ സ്കെയിലിൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരേ ഹ്യൂമിഡിറ്റിയും ഒരേ ടെമ്പറേച്ചറും ഉള്ള എയർ പാക്കറ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? എയർ മാസ് എന്നുള്ളത്. ഓക്കെ, സോ തണുത്ത എയർ മാസ് ഉണ്ടാവും, കോൾഡ് എയർ മാസ് ഉണ്ടാവും, ദെൻ എന്തുണ്ടാവും? ഹോട്ട് എയർ മാസുകൾ ഉണ്ടാവും, തണുത്തതും കമ്പാരിറ്റീവ്ലി തണുത്തത് അല്ലെങ്കിൽ കമ്പാരിറ്റീവ്ലി ചൂടുള്ളത്. അങ്ങനെയാണ് ഇതിന് ഡിഫൈൻ ചെയ്യുന്നത്. സോ ഇറ്റ്സ് എ ലാർജ് എയർ പാക്കറ്റുകളാണ് കോണ്ടിനെൻറ്റ് ടു കോണ്ടിനെൻറ്റ്, അല്ലെങ്കിൽ ഏതെങ്കിലും പസഫിക് ഓഷ്യൻ റിലേറ്റഡ് ആയിട്ട് അങ്ങനെ വരുന്ന എയർ മാസുകളെയാണ് ഇറ്റ്സ് എ ലാർജ് എയർ പാക്കറ്റ്. അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ കേരളത്തിൻ്റെ എക്സാമ്പിളാണ് പറഞ്ഞതെങ്കിലും അത്രയും ചെറിയൊരു ഏരിയയിലൊന്നും അല്ല എയർ മാസ് വരുന്നത്. ലാർജ് ഏരിയയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന ഒരേ ഹോമോജീനിയസ് ആയിട്ടുള്ള ടെമ്പറേച്ചറും അല്ലെങ്കിൽ ഹോമോജീനിയസ് ആയിട്ട് ഹ്യൂമിഡിറ്റിയും കീപ്പ് ചെയ്യുന്ന എയർ പാക്കറ്റുകളെയാണ് എന്ത് വിളിക്കുന്നത്? എയർ മാസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, +1 ജോഗ്രഫി NCERT ക്ലൈമറ്റോളജിയിൽ ഇത് എയർ പാക്കറ്റുകളെ കുറിച്ചൊക്കെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ എയർ മാസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, സോ 2 എയർ മാസുകൾ, ഫോർ എക്സാമ്പിൾ വാം എയർ മാസും കോൾഡ് എയർ മാസും, ചെറിയ രീതിയിൽ ഇപ്പോൾ ഒരു 28 ഡിഗ്രി ചൂടുള്ള ഹോമോജീനിയസ്ലി ചൂടുള്ള ഏരിയാസിലുള്ള എയർ പാക്കറ്റുകളെല്ലാം ഞാൻ ഒരൊറ്റ എയർ പാക്കറ്റാക്കി. ദെൻ ഒരു 18 ഡിഗ്രി ചൂടുള്ള സ്ഥലങ്ങളിലുള്ള എയർ പാക്കറ്റുകളെല്ലാം ഞാൻ മറ്റൊരു എയർ പാക്കറ്റാക്കിയിട്ട് മാറ്റി. അപ്പോൾ 2 എയർ മാസുകൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടല്ലോ. കമ്പാരിറ്റീവ്ലി 28 ഡിഗ്രി വാമുള്ള ഒരു എയർ പാക്കറ്റിനെ അല്ലെങ്കിൽ എയർ മാസിനെ സംബന്ധിച്ചിട്ട് 18 ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്? ചൂട് കുറവല്ലേ. സോ ഇറ്റ് ഈസ് കമ്പാരിറ്റീവ്ലി കോൾഡർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കരുത് 0 ഡിഗ്രിയിൽ താഴെയാണെന്ന് എന്നൊന്നും ചിന്തിക്കരുത്. കമ്പാരിറ്റീവ്ലി കോൾഡർ എയർ മാസ്. ഇങ്ങനെ 2 എയർ മാസുകൾ ബിറ്റ്വീനിലുള്ള ബൗണ്ടറീസ് ആണ്. 2 എയർ മാസുകളുടെ ബിറ്റ്വീനിലുള്ള ബൗണ്ടറിയാണ് നമ്മൾ ഈ ഫ്രണ്ടൽ എന്ന് പറയുന്നത്.
ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള ബൗണ്ടറിന് നമ്മൾ എന്താ പറയുന്നത്, ചിലപ്പോൾ വാർ ഫ്രണ്ട് ആയിട്ട് മാറാറുണ്ട് അത്. അതുപോലെ രണ്ട് എയർ പാക്കറ്റിനിടയിലുള്ള ബൗണ്ടറീസിനെ നമ്മൾ എന്ത് വിളിക്കും, ഫ്രണ്ട് എന്ന് പറയും. ഇങ്ങനെയുള്ള ഫ്രണ്ട് ഏരിയാസിൽ ഫോം ചെയ്യുന്ന മഴയെയാണ് നമ്മൾ ഫ്രണ്ടൽ പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഇങ്ങനെയുള്ള ഫ്രണ്ടൽ എയർ മാസിന്റെ സ്ഥലത്ത്, ഫ്രണ്ടൽ എയർ മാസ് വരുന്ന സ്ഥലങ്ങളിൽ, രണ്ട് എയർ മാസിന്റെ ബോർഡറിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന മഴയാണ് ഫ്രണ്ടൽ പ്രസിപ്പിറ്റേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ ആണോ? അതെങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഈ ഫ്രണ്ടൽ എയർ മാസ്, അതായത് കോൾഡ് എയറും വാം എയറും ചിലപ്പോൾ കമ്പൈൻ ചെയ്യും. ചിലപ്പോൾ വാം എയർ കോൾഡ് എയറിന്റെ സ്ഥലത്തേക്ക് കയറി വരും, കാറ്റ് കാരണം വരും, ദെൻ റൊട്ടേഷൻ കാരണം വരും, ദെൻ ഒരു സൈക്ലോൺ അവിടെ ചുറ്റുന്നുണ്ടെന്ന് വിചാരിക്കുക. അതായത് ഒരു സൈക്ലോൺ ചുറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കോൾഡ് എയറും വാം എയറും കമ്പൈൻ ചെയ്തുകൂടെ? അപ്പോൾ കോൾഡ് എയർ പറയാണ് ഞങ്ങൾ നിങ്ങളിലേക്ക് വരില്ല, നിങ്ങൾ വാം എയർ ആണ് എന്ന് പറഞ്ഞിട്ട് കോൾഡ് എയർ മാറി നിൽക്കുമോ? ഇല്ല. സോ ഇങ്ങനെയുള്ള നാച്ചുറൽ ഫിനോമിനൻസ് കാരണം ഈ വാം എയറും കോൾഡ് എയറും കമ്പൈൻ ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്ത് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്? കമ്പൈൻ ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ കമ്പൈൻ ചെയ്യുന്നതിന് ഒരു പ്രോസസ്സൊക്കെ ഉണ്ട്. വാം എയർ മുകളിലേക്ക് കയറുന്നു, ദെൻ കോൾഡ് എയർ താഴേക്ക് വരുന്നു, ദെൻ ഒരു ഒക്ലൂഡഡ് ഫ്രണ്ട് ഫോം ചെയ്യുകയാണ്. അതിലേക്കൊന്നും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പോകണ്ട, ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എടുക്കും. പക്ഷേ ആദ്യം ഏറ്റവും ബേസ് പഠിക്കുക. എന്താണ് ഫ്രണ്ടൽ ഒറിജിൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഫ്രണ്ടൽ പ്രസിപ്പിറ്റേഷൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് എന്ന് മനസ്സിലാക്കുക. ദെൻ എന്താണ് അവിടെ വരുന്നത്? രണ്ട് ഫ്രണ്ടുകൾ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ അവിടെ എന്ത് ക്രിയേറ്റ് ചെയ്യും? ഒരു പ്രസിപ്പിറ്റേഷൻ, അല്ലെങ്കിൽ അവിടെ മഴ പെയ്യും. ഓക്കെ, സോ അതിനെ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഫ്രണ്ടൽ പ്രസിപ്പിറ്റേഷൻ. ഓക്കെ ആണോ? ഫ്രണ്ടൽ പ്രസിപ്പിറ്റേഷൻ 3 രീതിയിലുള്ളത് മനസ്സിലായല്ലോ. കൺവെക്ഷണൽ പ്രസിപ്പിറ്റേഷൻ എല്ലാവർക്കും അറിയാം. ഇവിടെ മാറിപ്പോയിട്ടുണ്ട്, കൺവെൻഷണൽ എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്, കൺവെക്ഷണൽ പ്രസിപ്പിറ്റേഷൻ എന്നുള്ളതാണ്. ദെൻ ഓറോഗ്രഫിക് പ്രസിപ്പിറ്റേഷൻ. ഓറോഗ്രഫിക് പ്രസിപ്പിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളുടെ വെസ്റ്റേൺ ഘട്ട് പോലെയുള്ള വലിയ എലവേറ്റഡ് ഏരിയാസിൽ നമ്മളുടെ ഹ്യൂമിഡ് എയർ പാക്കറ്റുകൾ ഇടിച്ചു നിൽക്കുകയും എൻകൗണ്ടർ ചെയ്യുകയും അതിനെ റിസ്ട്രെയിൻ ചെയ്തിട്ട് അവിടെ തന്നെ മഴ പെയ്യും. ഓക്കെ ആണല്ലോ ഓറോഗ്രഫിക് പ്രസിപ്പിറ്റേഷൻ. ദെൻ ഫ്രണ്ടൽ പ്രസിപ്പിറ്റേഷൻ. ഫ്രണ്ടൽ പ്രസിപ്പിറ്റേഷൻ നമ്മൾ പഠിക്കണമെങ്കിൽ നമ്മൾ എയർ മാസ് എന്താണെന്ന് ആദ്യം നോക്കി. എന്താണ് എയർ മാസ്? എയർ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ഹോമോജീനിയസ് ആയിട്ടുള്ള ടെമ്പറേച്ചറും ഹോമോജീനിയസ് ആയിട്ടുള്ള ഹ്യൂമിഡിറ്റിയും മെയിൻറ്റെയിൻ ചെയ്യുന്ന ലാർജ് എയർ പാക്കറ്റുകളെയാണ് നമ്മൾ എയർ മാസ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ഓക്കെ, സോ ഈ എയർ മാസുകൾ, താപനില കൂടിയ എയർ മാസുകൾ ഉണ്ടാവാം, താപനില കുറഞ്ഞ എയർ മാസുകൾ ഉണ്ടാവാം. ഇങ്ങനെയുള്ള എയർ മാസുകളെ എന്താ ചെയ്യുന്നത്? ഇങ്ങനെയുള്ള എയർ മാസുകൾ പരസ്പരം ഒരു ഫ്രണ്ടിൽ വരും, അല്ലെങ്കിൽ പരസ്പരം ജോയിൻ ചെയ്ത് വരുന്ന ബൗണ്ടറീസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫ്രണ്ടൽ ഒറിജിൻസ് എന്ന് പറയുന്നത്. സോ ഈ ഫ്രണ്ടൽ ഒറിജിൻസിൽ ഈ എയർ മാസുകൾ കാരണം ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന മഴയെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നമ്മൾ ഫ്രണ്ടൽ പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത്. എങ്ങനത്തെ പ്രസിപ്പിറ്റേഷൻ? ഫ്രണ്ടൽ പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ഫ്രണ്ടൽ പ്രസിപ്പിറ്റേഷൻ. മനസ്സിലായോ? സോ 3 രീതിയിലുള്ള എയർ ഫോളുകൾ. ദെൻ എന്താണ് ഈ ക്ലൗഡ് ബേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മേഘ വിസ്ഫോടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഉത്തരാഖണ്ഡിൽ കഴിഞ്ഞ ദിവസം മേഘ വിസ്ഫോടനം ഉണ്ടായിട്ടുണ്ട്. അതിന് ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഒരു കൃത്യമായിട്ടുള്ള ഡെഫിനേഷൻ കൊടുക്കുന്നുണ്ട്. എന്താണ് ക്ലൗഡ് ബസ്റ്റ് എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ഡെഫിനേഷൻ കൊടുക്കുന്നുണ്ട്. ഒരു ഏരിയയിൽ, ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ 10 സെന്റിമീറ്ററിൽ കൂടുതൽ അല്ലെങ്കിൽ 100 മില്ലിമീറ്ററിൽ അധികം മഴ 1 മണിക്കൂറിൽ പെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് 1 മണിക്കൂറിൽ 10 സെന്റിമീറ്ററിൽ അധികം മഴ പെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെയാണ് ക്ലൗഡ് ബേസ്റ്റ് അല്ലെങ്കിൽ മേഘവിസ്ഫോടനം എന്ന് പറയുന്നത്. ഓക്കെ, സോ മേഘവിസ്ഫോടനം എന്താണ്? 1 മണിക്കൂറിൽ 10 സെന്റിമീറ്ററിലധികം മഴ പെയ്യണം. നോർമലി എത്രയാണ് നമ്മളുടെ കേരളത്തിലൊക്കെ ഒരു ദിവസം പെയ്യുന്ന മഴയുടെ അളവ്? 25 മുതൽ 26 വരെ ഒക്കെയാണ്. 20-ന് മേലേക്ക് പെയ്തു കഴിഞ്ഞാൽ ഹൈലി പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള മഴയാണ്. സോ കേരളത്തിൽ വർഷകാലങ്ങളിൽ ഒരു 18-19 സെന്റിമീറ്റർ മഴയൊക്കെ പെയ്യാറുണ്ട്. അത് ഒരു ദിവസത്തിലാണ്. ഒരു ദിവസത്തിൽ കണക്കിടുമ്പോൾ ചിലപ്പോൾ 15-16 സെന്റിമീറ്റർ മഴ പെയ്യും. അല്ലെങ്കിൽ എത്രയാണ്? ഹെവി റെയിൻഫാൾ ആണെങ്കിൽ 20-22 സെന്റിമീറ്റർ ഒക്കെ മഴ പെയ്യും. പക്ഷേ ഇവിടെ എങ്ങനെയാണ് ക്ലൗഡ് ബസ്റ്റ് ഉണ്ടാവണമെങ്കിൽ പെട്ടെന്നൊരു ദിവസം, അതായത് പെട്ടെന്നൊരു ദിവസം 1 മണിക്കൂറിനുള്ളിൽ 10 സെന്റിമീറ്ററിലധികം മഴ പെയ്യണം. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഈ ചൊവ്വാഴ്ച ഹെവി റെയിൻസ് ഈ തൃശ്ശൂർ ഏരിയയിലേക്ക് പെയ്തിട്ടുണ്ടായിരുന്നു.
സോ അതിനെ ക്ലൗഡ് ബേസ്ഡ് ആയിട്ട് പറയാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അളക്കും. അവിടെ നമ്മൾ എന്ത് കൊണ്ടുപോയി ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ സ്ഥാപനങ്ങൾ ഒരു പാത്രം കൊണ്ടുപോയിട്ട് വെക്കും. പാത്രമല്ല, ഒരു ടെസ്റ്റ് ട്യൂബാണ് കൊണ്ടുപോയി വെക്കുന്നത്. എന്നിട്ട് അതിൽ എത്ര വെള്ളം വീണിട്ടുണ്ടെന്ന് നോക്കും. ഓക്കെ, അതിൽ എത്ര വെള്ളം വീണിട്ടുണ്ട്. 10 സെന്റിമീറ്ററിന് മേലെയാണെങ്കിൽ അവർ എന്ത് ചെയ്യും? ക്ലൗഡ് ബേസ്റ്റ് ആണെന്ന് അംഗീകരിക്കും. ഓക്കെ, സോ കേരളത്തിൽ കുറച്ച് നാളുകൾക്ക് മുൻപൊക്കെ ചർച്ചയായിരുന്ന ഒരു വാക്കായിരുന്നു ഈ ക്ലൗഡ് ബേസ്റ്റ്, മേഘവിസ്ഫോടനം, ലഘു മേഘവിസ്ഫോടനം. കേരളത്തിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു ദിവസം കോട്ടയം പട്ടണത്തിന്റെ മീതെ ഭയങ്കരമായിട്ട് മഴ പെയ്തു. അതായത് പെട്ടെന്നൊരു മഴ, അവിടെ മേഘങ്ങൾ ഇരുട്ട് ആർത്തുലച്ചു വരികയും അവിടെ അതിഗംഭീരമായിട്ട് മഴ പെയ്യുകയും മീനച്ചിലാറിലടക്കം ഒരുപാട് വെള്ളം പൊങ്ങുകയും ചെയ്തു. ദെൻ ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് വന്നു. മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് വന്നിട്ട് അളവെടുത്തു, വെള്ളം എത്രത്തോളം പെയ്തിട്ടുണ്ട് എന്നുള്ളതിന്റെ അളവ് അവർ ടെസ്റ്റ് ട്യൂബിൽ എടുത്തു. ഓക്കെ, എന്നിട്ട് അവർ പറഞ്ഞു മഴ പെയ്ത് ക്ലൗഡ് ബേസ്റ്റ് ഇല്ല. കാരണം 9 സെന്റിമീറ്റർ മാത്രമേ അവിടെ മഴ പെയ്തിട്ടുള്ളൂ. ഒരു മണിക്കൂറിൽ 9 സെന്റിമീറ്റർ മാത്രമേ അവിടെ മഴ പെയ്തിട്ടുള്ളൂ. അപ്പോൾ അവിടെ ക്ലൗഡ് ബേസ്റ്റ് ഇല്ല. സോ അതൊരു ടെക്നിക്കൽ ഡെഫിനിഷൻ ആണ്. ഫോർ എക്സാമ്പിൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, 9 സെന്റിമീറ്റർ മാത്രമേ മഴ പെയ്തിട്ടുള്ളൂ. 9-ൽ നിന്ന് 10 ആവാനായിട്ട് വെറും 1 സെന്റിമീറ്റർ മാത്രമേ വരുന്നുള്ളൂ. പക്ഷേ ഇതിന്റെ എഫക്റ്റ് ഏകദേശം സെയിം അല്ലേ? സോ നിങ്ങളൊരു ടെക്നിക്കൽ ഡെഫിനേഷനിൽ വന്നില്ല എന്ന് പറഞ്ഞ് നമുക്ക് ഈ ക്ലൗഡ് ബേഴ്സിനെ തള്ളിക്കളയാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ കേരളത്തിലുള്ളവർ പ്രശ്നം ഉണ്ടാക്കി. കേരളത്തിലുള്ളവർ, നമ്മളുടെ കേരള സയന്റിസ്റ്റുകളും ബാക്കിയുള്ളവരും പറഞ്ഞു ഇത് ലഘു മേഘവിസ്ഫോടനം എന്ന് പേരിട്ട് വിളിക്കണം. മേഘവിസ്ഫോടനം അല്ല, കാരണം 10 സെന്റിമീറ്റർ വന്നിട്ടില്ല. ഇതിനെ എന്ത് വിളിക്കണം? ലഘു മേഘവിസ്ഫോടനം എന്ന് പേരിട്ട് വിളിക്കണം. അങ്ങനെയാണ് ഈ ക്ലൗഡ് ബേഴ്സ്റ്റുകൾ ഫോം ചെയ്യുന്നത്. ഓക്കെ, സോ ഇപ്പോൾ ഉത്തരാഖണ്ഡിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇപ്പോൾ ഉത്തരാഖണ്ഡിൽ ഒരു ഫ്ലാഷ് ഫ്ലഡ് സംഭവിക്കുകയാണ്. എങ്ങനെ? ഈ 10 സെന്റിമീറ്ററിന് മേലെ മഴ പെയ്യുകയും അവിടെ പെട്ടെന്ന് ഒരു ഫ്ലഡ് സംഭവിക്കുകയാണ് ചെയ്യുന്നത്. ടൂറിസ്റ്റുകളായിട്ടുള്ള അടക്കമുള്ള ആളുകൾ അവിടെ പെട്ടുപോവുകയും കാണാതാവുകയും ചെയ്യുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. സോ ഇതെന്താണ്? ഇതൊരു കോമൺ സിറ്റുവേഷൻ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഉത്തരാഖണ്ഡ് റീജിയനിലായി കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മളുടെ ഹിമാചൽ പ്രദേശിലായി കഴിഞ്ഞ് കഴിഞ്ഞാലും ഇറ്റ്സ് എ ഹ്യൂജ് പ്രോബ്ലം. 2010 ലേയിൽ ഒരു ക്ലൗഡ് ബേസ്റ്റ് ഉണ്ടായിരുന്നു. ദെൻ 2013 കേദർനാഥിൽ ഏറ്റവും ഉത്തരാഖണ്ഡ് കണ്ട ഏറ്റവും വലിയ വെള്ളപ്പൊക്കങ്ങളിൽ ഒന്നായിരുന്നു ഈ 2013 കേദർനാഥ് ട്രാജഡി. ദെൻ 2021 വീണ്ടും ഉത്തരാഖണ്ഡിൽ ക്ലൗഡ് ബേസ്റ്റ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ അമർനാഥ് യാത്ര 2022. ദെൻ ഇപ്പോൾ ഹിമാചൽ പ്രദേശിൽ അതിനു മുന്നേ വീണ്ടും ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. ദെൻ 22 എന്ന് വന്നപ്പോൾ അമർനാഥ് യാത്രയ്ക്ക് പോകുന്നവരുടെ ഇടയിൽ ഒരു ക്ലൗഡ് ബേസ്റ്റ് സംഭവിച്ചു. സോ ഇതെല്ലാം ഈ ഒരു ഹിമാലയൻ റീജിയനിൽ ഈ ക്ലൗഡ് ബേസ്റ്റുകൾ കൂടുകയാണ്. കാരണം എന്താണ്? അവിടെ ഒരു കൺവെൻഷണൽ പ്രസിപ്പിറ്റേഷൻ സാധ്യതയുള്ള സ്ഥലമല്ലേ? ആരുണ്ട്? വലിയ ഹിമാലയൻ റേഞ്ചുകളുണ്ട്. നമ്മളുടെ ഈ സൗത്ത് വെസ്റ്റ് മൺസൂൺ മുകളിലേക്ക് പോകുന്ന വഴി എന്ത് സംഭവിക്കും? ഈ ഹിമാലയൻ റീജിയനിലെ മലനിരകളിൽ ഇടിച്ചു നിൽക്കും. ഓക്കെ, സോ ആക്ച്വലി സ്പീക്ക് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയല്ല. നമ്മളുടെ ഈ സൗത്ത് വെസ്റ്റ് മൺസൂൺ ഇവിടെ കയറിയിട്ട് നമ്മളുടെ ഈ ചിറാപുഞ്ചി മേഖലകളിലേക്കൊക്കെ തിരിക്കും. ഓക്കെ, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്തിൽ പഠിക്കും? ജോഗ്രഫിയിൽ പഠിക്കും. ദെൻ ഈ ഹിമാലയം എന്ന് പറയുന്നത് ഒരു ഹിൻഡ്രൻസ് ആയിട്ട് ആക്ട് ചെയ്യും. സോ അവിടെ ഈ മേഘങ്ങൾ പെട്ടെന്ന് സ്വരുക്ക് കൂടാനായിട്ടും അവിടെ ക്ലൗഡ് ബേസ്റ്റുകൾ സംഭവിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, സോ ഇനി നമുക്ക് നമ്മളുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. 2016 ചോദിച്ച ഒരു മെയിൻസ് ക്വസ്റ്റ്യനിലേക്ക് വരാം. വിത്ത് റെഫറൻസ് ടു ദ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഗൈഡ് ലൈൻസ്, ഡിസ്കസ് ദ മെഷേഴ്സ് ടു ബി അഡോപ്റ്റഡ് ടു മൈറ്റിഗേറ്റ് ദ ഇമ്പാക്ട് ഓഫ് റീസെന്റ് ഇൻസിഡന്റ്. അപ്പോൾ നമ്മളിവിടെ പറയേണ്ടത് എന്താണ്? നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ എന്തൊക്കെ ഗൈഡ് ലൈൻസുകളാണ് ക്ലൗഡ് ബേസ്റ്റുമായി ബന്ധപ്പെട്ട് ഉള്ളത്? എന്തൊക്കെ ഗൈഡ് ലൈൻസ് ആണ് ക്ലൗഡ് ബേസ്റ്റുമായി ബന്ധപ്പെട്ട് ഉള്ളത്? ദെൻ എങ്ങനെയാണ് ഹൗ വി ക്യാൻ മൈറ്റിഗേറ്റ് ദ ഇമ്പാക്ട്? രണ്ട് പോർഷനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഉള്ളത്. ഒന്ന് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ഗൈഡ് ലൈൻസുകൾ എന്തൊക്കെയാണ്. ദെൻ രണ്ടാമത്തെ കാര്യം, ഡിസ്കസ് ദ മെഷേഴ്സ് ടു അഡോപ്റ്റ് ടു മൈറ്റിഗേറ്റ് ദ ഇമ്പാക്ട് ഓഫ് റീസെന്റ് ഇൻസിഡൻസ്. സോ മൈറ്റിഗേറ്റ് ചെയ്യാനായിട്ടുള്ള മെഷേഴ്സ് എങ്ങനെയാണ്? അതിൽ നമ്മൾ പറയേണ്ടത് ടെക്നോളജിക്കൽ മെഷേഴ്സിനെ കുറിച്ചിട്ട് പറയണം, പ്രിവെൻഷൻ മെഷേഴ്സിനെ കുറിച്ചിട്ട് പറയണം. അതായത് പോസ്റ്റ് അല്ലെങ്കിൽ പ്രീ ഡിസാസ്റ്റർ
മെത്തഡോളജീസിനെ കുറിച്ചിട്ട് നമ്മൾ പറയണം. ദെൻ പോസ്റ്റ് ഡിസാസ്റ്റർ മെത്തഡോളജീസിനെ കുറിച്ചിട്ട് നമ്മൾ പറയണം. ഇതിൽ എന്തൊക്കെ പറയണം? ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ പറയണം, ദെൻ എക്കോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ പറയണം, ദെൻ എക്കോണമിക്കലായിട്ടുള്ള കാര്യങ്ങൾ പറയണം. ദെൻ പോസ്റ്റിലേക്ക് വരുമ്പോൾ എന്തൊക്കെ പറയണം? ഡിസാസ്റ്റർ അല്ലെങ്കിൽ റാപ്പിഡ് റെസ്പോൺസ് ടീമിനെ ക്രിയേറ്റ് ചെയ്യുക, ദെൻ NDRF സംഘങ്ങൾക്ക് പ്രത്യേകമായിട്ട് പരിശീലനങ്ങൾ കൊടുക്കുക, ഡിസാസ്റ്റർ പ്രോൺ ബിൽഡിങ്സുകൾ മേക്ക് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇവിടെ നമുക്ക് ബിൽഡിംഗ് കോഡിനെ കുറിച്ചിട്ട് പറയാൻ പറ്റുമോ? പറ്റും. നാഷണൽ ബിൽഡിംഗ് കോഡ് പ്രകാരം ഫ്ലഡ് റിസൈലന്റ് ആയിട്ടുള്ള ഏരിയകളിൽ എന്ത് കൊടുക്കരുത്? പെർമിഷൻ, ബിൽഡിങ്ങുകൾ പണിയാനായിട്ടുള്ള പെർമിഷനുകൾ കൊടുക്കരുത്. ദെൻ കറന്റ്ലി ഉള്ള ബിൽഡിങ്ങുകളുടെ സുരക്ഷ അല്ലെങ്കിൽ സെക്യൂരിറ്റി നമ്മൾ ഉറപ്പാക്കാനായിട്ടുള്ള കാര്യങ്ങൾ കൂടി ചെയ്യണം. ഇങ്ങനെ ഡിഫറെൻറ്റ് കാര്യങ്ങൾ ഇവിടെ നമുക്ക് എഴുതാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു മെയിൻസ് ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ ചെയ്ത് നോക്കാനായിട്ട് പറ്റും. ദെൻ നിങ്ങൾ നിങ്ങളുടെ ആൻസറുകൾ നമ്മളുടെ നമ്പറിലേക്ക്, അനന്ത AS അക്കാഡമിയുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് വേണമെങ്കിൽ കറക്റ്റ് ചെയ്ത് തരാം. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ ഒരു ആൻസർ ഒന്ന് റൈറ്റ് ചെയ്യാനായിട്ട് നോക്കൂ. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. സോ നമ്മളുടെ ക്ലൗഡ് ബേഴ്സ്റ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ, എങ്ങനെയാണ് മഴ പെയ്യുന്നത് എന്ന് മനസ്സിലായല്ലോ. 3 പേഴ്സ്പെക്റ്റീവിലാണ്, 3 ടൈപ്പ് ഓഫ് പ്രെസിപ്പിറ്റേഷനുകൾ ഉണ്ട്. ദെൻ ക്ലൗഡ് ബേഴ്സ്റ്റ് എന്താണ്? ഒന്ന് നമ്മൾ പറഞ്ഞു കൺവെക്ഷണൽ പ്രെസിപ്പിറ്റേഷൻ, ദെൻ രണ്ടാമത്തത് ഓറോഗ്രഫിക് പ്രെസിപ്പിറ്റേഷൻ ആൻഡ് ഫ്രണ്ടൽ പ്രെസിപ്പിറ്റേഷൻ. ഓക്കെ, നമുക്ക് സെക്കൻഡ് ആർട്ടിക്കിളിലേക്ക് പോകാം. സെക്കൻഡ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു എ ഡിഫമേഷൻ ജഡ്ജ്മെന്റ്. നമ്മളുടെ ലോകസഭ ഒപ്പോസിഷൻ പ്രതിപക്ഷമായിട്ടുള്ള രാഹുൽ ഗാന്ധിക്കെതിരെ എന്താണ് വരുന്നത്? പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു ഡിഫമേഷൻ കേസ് വരികയും അത് കോടതി സ്റ്റേ ചെയ്യുകയാണ് ചെയ്തത്. പക്ഷേ കോടതി ഒരു റിമാർക്ക് നടത്തി, അതായത് നിങ്ങളൊരു ഇന്ത്യക്കാരനല്ലെങ്കിൽ ഇന്ത്യക്കാരനായിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊന്നും പറയുമായിരുന്നില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് കോടതിയല്ല, ഒരു പെർട്ടിക്കുലർ ജഡ്ജ് അവിടെ നടത്തുകയുണ്ടായി. ഓക്കെ, സോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ക്രിറ്റിക്കൽ എഡിറ്റോറിയൽ വന്നിട്ടുള്ളത്. അത് കോടതിയെ നിശിതമായി വിമർശിക്കുന്ന ഒരു എഡിറ്റോറിയൽ തന്നെയാണ്. കോടതിയുടെ ലിമിറ്റ്സിൽ നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. കാരണം കോടതി എന്താ ചെയ്യേണ്ടത്? അത് ഡിഫമേഷൻ ആണോ അല്ലയോ എന്ന് മാത്രം നോക്കുകയേ ചെയ്യേണ്ടുള്ളൂ. അല്ലാണ്ട് ഒരാളുടെ സിറ്റിസൺഷിപ്പിനെ ഒന്നും ചോദ്യം ചെയ്യാനുള്ള അവകാശമൊന്നും കോടതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ഒരു ആർട്ടിക്കിളാണ്. ഒരു ഓപ്പൺ എഡിറ്റോറിയൽ അല്ല, ഇതൊരു എഡിറ്റോറിയൽ വ്യൂ ആണ് നമ്മളുടെ ഹിന്ദുവിൻ്റെ ദിനപത്രത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ നോക്കേണ്ടത് എന്താണ് ഡിഫമേഷൻ, അപകീർത്തിപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻ പൊളിറ്റിക്കൽ സെൻസ് അതിന് എന്തൊക്കെ മാനങ്ങളാണുള്ളത് എന്ന് നമുക്കൊന്ന് ബ്രീഫായിട്ട് നോക്കി പോകണം. എന്താണ് ഡിഫൈൻ ചെയ്യുക അല്ലെങ്കിൽ ഡിഫമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരാളുടെ പ്രകീർത്തിയെ നഷ്ടപ്പെടുത്തുക, അല്ലെങ്കിൽ ഒരാളെ എന്ത് ചെയ്യുക? ഒരാളുടെ ഫെയിമിനെ നശിപ്പിക്കുക, അയാൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് എതിരായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ് ഡിഫമേഷൻ്റെ അർത്ഥം. ഡിഫമേഷൻ ഈസ് ആൻ ആക്ട് ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് ഫോൾസ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് എ പേഴ്സൺ ദാറ്റ് ഇൻജുർ ദെയർ റെപ്യൂട്ടേഷൻ. മനസ്സിലായല്ലോ? കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയണ്ടല്ലോ. വെൻ ഒബ്സർവ്ഡ് ത്രൂ ദ ഐസ് ഓഫ് ആൻ ഓർഡിനറി മാൻ, സാധാരണക്കാരൻ്റെ ഒരു ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ അയാൾക്കെതിരെ എന്ത് പറഞ്ഞിട്ടുണ്ട്? അപകീർത്തിപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തോന്നണം. ഓക്കെ, സോ ഫാൾസ് സ്റ്റേറ്റ്മെന്റ്സ് പറയുക, അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങൾ പടച്ചുവിടുക, അല്ലെങ്കിൽ അർദ്ധസത്യങ്ങൾ പറയുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ ഡിഫമേഷന് കേസ് കൊടുക്കും. സോ സത്യമല്ല എന്ന് നമുക്കും അറിയാം, പക്ഷേ സത്യമാണെന്ന് മറ്റുള്ളവരെ, സാധാരണക്കാരെ പറഞ്ഞ് വിശ്വസിപ്പിക്കാനായിട്ട് പറ്റുന്ന രീതിയിൽ കള്ളം പറയുക, ഇതിനെയാണ് ഡിഫമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 2 ടൈപ്പ് ഓഫ് ഡിഫമേഷനുകളുണ്ട്. ആ 2 തരത്തിൽ നമുക്ക് അപകീർത്തിപ്പെടുത്താം. ഒന്ന് ക്രിമിനൽ ഡിഫമേഷൻ ആൻഡ് സിവിൽ ഡിഫമേഷൻ. അതായത് നിങ്ങളൊരു ഡിഫമേഷന് കേസ് ഫയൽ ചെയ്യുമ്പോൾ നിങ്ങളെ ആരെങ്കിലും അപകീർത്തിപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഡിഫമേഷന് കേസ് ഫയൽ ചെയ്യുകയാണ്. അങ്ങനെ ഡിഫമേഷന് കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 രീതിയിൽ ഡിഫമേഷന് കേസ് ഫയൽ ചെയ്യാം. അതെങ്ങനെയാണ് 2 രീതിയിൽ? ഒന്ന്, സിവിൽ കോടതിയിൽ നിങ്ങൾക്ക് പോയിട്ട് ഡിഫമേഷൻ ഫയൽ ചെയ്യാം. സിവിൽ കോടതിയിൽ വരുമ്പോൾ നിങ്ങൾക്ക് കോമ്പൻസേഷൻ കിട്ടണം എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങൾ വാദിക്കുന്നത്. ദെൻ ക്രിമിനൽ ഒഫൻസ്, നിങ്ങൾ സ്റ്റേറ്റിനെതിരായിട്ടൊരു ക്രിമിനൽ പ്രവൃത്തി ചെയ്തിരിക്കുകയാണ്, സോ നിങ്ങളെ ജയിലിൽ അടയ്ക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ 2 സ്യൂട്ടായിട്ട്, ഈവൻ സിവിൽ സ്യൂട്ടായിട്ട് നിങ്ങൾക്ക് ഡിഫമേഷൻ ഫയൽ ചെയ്യാം, ദെൻ ക്രിമിനൽ കേസായിട്ടും നിങ്ങൾക്ക് ഡിഫമേഷൻ ഫയൽ ചെയ്യാം. അങ്ങനെ 2 രീതിയിൽ ഡിഫമേഷൻസ് നമുക്ക് പ്രവർത്തിക്കാം. ദെൻ കംസ് ടു ആർട്ടിക്കിൾ 19.
ആർട്ടിക്കിൾ 19 എന്താ പറയുന്നത്? ആർട്ടിക്കിൾ 19(1) എന്താ പറയുന്നത്? ദ റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. എനിക്ക് ഭയം കൂടാതെ സംസാരിക്കാനായിട്ടും എൻ്റെ വികാരങ്ങൾ എക്സ്പ്രസ് ചെയ്യുവാനായിട്ടുമുള്ള അധികാരം ഫണ്ടമെന്റൽ റൈറ്റ് ചെയ്ത് ആർട്ടിക്കിൾ തരുന്നത് ആർട്ടിക്കിൾ 19(1). പക്ഷെ ഞാൻ പറയാറുണ്ട്, ഒരു ഫണ്ടമെന്റൽ റൈറ്റും അബ്സല്യൂട്ട് അല്ല. എല്ലാത്തിനും ലിമിറ്റേഷനുകൾ അല്ലെങ്കിൽ എക്സെപ്ഷനുകളുണ്ട്. ദെൻ ആർട്ടിക്കിൾ 19(1) ഫ്രീഡം ഓഫ് സ്പീച്ചിന്റെ എക്സെപ്ഷൻ എന്താണ്? ഫ്രീഡം ഓഫ് സ്പീച്ചിന്റെ 2, 4, 6, 8 എക്സെപ്ഷനുകളുണ്ട്. ഒന്ന്, സെക്യൂരിറ്റി ഓഫ് ദ സ്റ്റേറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട്. ദെൻ ഫ്രണ്ട്ലി റിലേഷൻ വിത്ത് ഫോറിൻ സ്റ്റേറ്റ്, മറ്റേതെങ്കിലും രാജ്യത്തിന് എതിരായിട്ട് അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്ലി റിലേഷനെ നശിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ ഫ്രീഡം എക്സ്പ്രസ് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ പറയാനായിട്ട് പാടില്ല. ദെൻ പബ്ലിക് ഓർഡർ, മൊറാലിറ്റി, കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്, കോർട്ടിനെതിരായിട്ട് നമ്മൾ സംസാരിക്കാനായിട്ട് പാടില്ല, കോടതി വിധിക്കെതിരായിട്ട് നമ്മൾ സംസാരിക്കാനായിട്ട് പാടില്ല. പക്ഷെ ഇവിടെ റീസണബിൾ ക്രിറ്റിസിസംസ് ആകാം, കോടതിയെ ആക്ഷേപിക്കാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ദെൻ അനദർ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഡിഫമേഷൻ. അനദർ ഇമ്പോർട്ടൻറ്റ് തിങ് എന്താണ്? ഡിഫമേഷൻ. ദെൻ ഇൻസൈറ്റ്മെന്റ് ടു ആൻ ഒഫൻസ്. നിങ്ങളുടെ ഭാഷണം കൊണ്ട്, നിങ്ങളുടെ സംഭാഷണം കൊണ്ട്, നിങ്ങളുടെ സ്പീച്ച് കൊണ്ട് ഒരു ഒഫൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ആഹ്വാനം ചെയ്യാനായിട്ട് പാടില്ല. ദെൻ ഇന്റഗ്രിറ്റി ആൻഡ് സോവറിനിറ്റി ഓഫ് ഇന്ത്യ. അഖണ്ഡതയ്ക്കും പരമാധികാരത്തിനും എതിരെ നിങ്ങൾ സംസാരിക്കാനായിട്ട് പാടില്ല. ഇതിൽ നമുക്കിപ്പോൾ ചർച്ച ചെയ്യാനായിട്ടുള്ളത് ഈ ഡിഫമേഷൻ ആണ്. എന്താണ്? ഡിഫമേഷനെ കുറിച്ചിട്ടാണ്. അപകീർത്തി, മറ്റൊരാൾക്ക് അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് പാടില്ല? നിങ്ങളുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ടുള്ള റൈറ്റ് ടു സ്പീച്ചിനെ ഉപയോഗിക്കാനായിട്ട് പാടില്ല. സോ ഡിഫമേഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതിയിട്ടുള്ള ഒരു എക്സെപ്ഷനിൽ പെടുന്ന കാര്യമാണ്. കോൺസ്റ്റിറ്റ്യൂഷനിലെ ഫണ്ടമെന്റൽ റൈറ്റിൽ എഴുതിയിട്ടുള്ള എക്സെപ്ഷനിൽ പെടുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സോ എവിടം വരെ ഒരാൾക്ക് സംസാരിക്കാം അല്ലെങ്കിൽ എങ്ങനെ സംസാരിക്കാം എന്നുള്ളത് ഡിബേറ്റബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, ദെൻ കോടതി എന്താ പറഞ്ഞേ? കോടതി ഈ കേസിൽ സ്റ്റേ ചെയ്യുകയാണ്. ദെൻ അതിനുശേഷം നമ്മളുടെ രാഹുൽ ഗാന്ധിക്കെതിരായിട്ടൊരു പരാമർശം നടത്തുകയാണ്. സോ ഹിന്ദു എഡിറ്റോറിയൽ പറയുന്നത് അങ്ങനെ പറയേണ്ട ഒരു കാര്യമൊന്നുമില്ല. കോടതിയുടെ ഉത്തരവാദിത്വം ലോ ഓഫ് ഫാക്ട് റിലേറ്റഡ് ആയിട്ട് നിയമത്തിന്റെ സാധുതകളെ മാത്രം പരിശോധിക്കുക, ദെൻ അതിനനുസരിച്ച് ജഡ്ജ്മെന്റ് ചെയ്യുക. അത് മാത്രമാണ് കോടതിയുടെ ഉത്തരവാദിത്വം വരുന്നത്. ദെൻ ഇവിടെ നമുക്ക് നോക്കേണ്ട, ഇപ്പം നിങ്ങൾ എന്തൊക്കെ പഠിച്ചു? നിങ്ങൾ ഡിഫമേഷൻ എന്താണെന്ന് പഠിച്ചു. ഡിഫമേഷൻ 2 രീതിയിലുണ്ട്. ഒന്ന് ക്രിമിനൽ ഡിഫമേഷൻ ഉണ്ട്, ദെൻ എന്തുണ്ട്? സിവിൽ ഡിഫമേഷൻ ഉണ്ട്. സിവിൽ ഡിഫമേഷൻ ആണെങ്കിൽ നമ്മൾ കോമ്പൻസേഷന് വേണ്ടിയിട്ട് സിവിൽ കോടതിയിലായിരിക്കും കേസ് ഫയൽ ചെയ്യുക എന്ന് നമ്മൾ പഠിച്ചു. ദെൻ ഡിഫമേഷൻ ഫണ്ടമെന്റൽ റൈറ്റിലെ ഒരു എക്സെപ്ഷൻ ആണ് എന്ന് കൂടിയിട്ട് നിങ്ങൾ പഠിച്ചു. ഫണ്ടമെന്റൽ റൈറ്റിന്റെ ആർട്ടിക്കിൾ 19 സബ് ക്ലോസ് 2 എക്സെപ്ഷൻ ആണ് എന്ന് നിങ്ങൾ പഠിച്ചു. ദെൻ ഡിഫമേഷൻസ്, മെമ്പർ ഓഫ് പാർലമെന്റിലെ ആളുകൾ ഡിഫമേഷൻ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ചെയ്യുക? നമ്മളുടെ രാഹുൽ ഗാന്ധി മെമ്പർ ഓഫ് പാർലമെന്റ് ആണല്ലോ. സോ അദ്ദേഹം ഡിഫമേഷൻ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലെയുള്ള MP-മാരും MLA-മാരും ഡിഫമേഷൻ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ റിസൾട്ട് വരിക? കഴിഞ്ഞ ലോകസഭയിൽ നമ്മളുടെ രാഹുൽ ഗാന്ധി എന്ത് ചെയ്തു? രാഹുൽ ഗാന്ധിയെ ഡിഫമേഷന്റെ കേസിൽ, ഇതേ സെയിം ഡിഫമേഷൻ അല്ല, വേറൊരു ഡിഫമേഷൻ ആയിരുന്നു. മോദിയെ കുറിച്ച് നടത്തിയ ഒരു പരാമർശത്തിന്റെ പേരിൽ എനിക്ക് തോന്നുന്നു അലഹബാദ് ഹൈക്കോടതിയാണ് 2 വർഷത്തേക്ക് അദ്ദേഹത്തെ ജയിലിൽ ഇടണമെന്ന് പറഞ്ഞു. ഓൺ ദ സ്പോട്ടിൽ അദ്ദേഹം ഡിസ്ക്വാളിഫൈഡ് ആയിട്ട് മാറി. നമുക്ക് നോക്കാം എങ്ങനെയാണ് ലോ മേക്കേഴ്സ് അല്ലെങ്കിൽ MPs റിലേറ്റഡ് ആയിട്ട് കൺവെൻഷൻ വരുന്നത് എന്നുള്ളത്. അതായത് ഒന്ന്, റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് ആണ് നമ്മളുടെ എന്ത് കിടക്കുന്നത്? ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് MPs കുറിച്ചിട്ട് പറയുന്നത്. ഒരു MP-യെയും ഒരു MLA-യും എങ്ങനെ ഡിസ്ക്വാളിഫൈ ആക്കാം അല്ലെങ്കിൽ എങ്ങനെ ഡിസ്ക്വാളിഫൈഡ് ആകും എന്നുള്ളതിനെ കുറിച്ചിട്ട് പറയുന്നത് നമ്മുടെ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് ആണ്. നമുക്കറിയാം 2 ആക്ടുകളുണ്ട്. 1950 എന്ന് പറയുന്ന ആക്ട് ഉണ്ട്, ദെൻ 1951 മറ്റൊരു ആക്ട് ഉണ്ട്. സോ 51 ആക്ടിലാണ് പറയുന്നത് എന്ത്? റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് സെക്ഷൻ 8 പ്രകാരമാണ് ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ, ഇവിടെ എങ്ങനെയാ പറയുന്നത്? അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു കേസിൽ നിങ്ങൾ 2 വർഷത്തേക്ക് എന്ത് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, കൺവിക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, 2 വർഷത്തേക്ക് നിങ്ങൾ കുറ്റക്കാരനാണെന്ന് വിചാരിച്ച് ഒരു കോടതി വിധി പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിലല്ല, നിങ്ങൾ പാർലമെന്റ് നിങ്ങൾ ഡിസ്ക്വാളിഫൈ ആയിട്ട് പ്രഖ്യാപിക്കും.
ഓക്കെ. സോ 2 വർഷത്തേക്ക് നിങ്ങൾ ഇംപ്രിസൺമെന്റ്, മിനിമം 2 വർഷം എന്ന് പറയുന്ന ഒരു ഇംപ്രിസൺമെന്റ് കാലാവധി നിങ്ങൾക്ക് വിധിയായിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ എന്താകും? അവിടെ ഡിസ്ക്വാളിഫൈ ആയിട്ട് കണക്കാക്കും. ഓക്കെ. ദെൻ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. നിങ്ങൾ സ്റ്റേറ്റിൻ്റെ അല്ലെങ്കിൽ റിലീജിയസ് എനിമിറ്റി സ്പ്രെഡ് ചെയ്യാനായിട്ടും അല്ലെങ്കിൽ റേസ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുന്ന ഒരാളാണെങ്കിൽ നിങ്ങളെ ഡിസ്ക്വാളിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഈ 2 കാര്യങ്ങളുമാണ് ഡിഫമേഷൻ്റെ കേസസിൽ. ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് എന്ത് പറയുന്നത് ഡിഫമേഷൻ്റെ കേസിൽ. ഒന്ന്, 2 വർഷം വരെ, അത് ഡിഫമേഷൻ ആയിക്കൊള്ളണമെന്നില്ല, ഏത് കേസ് ആയിക്കോട്ടെ, 2 വർഷത്തേക്ക് നിങ്ങളെ കോടതി ശിക്ഷിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് സംഭവിക്കും? നിങ്ങൾ MP ആകാനായിട്ട് ഡിസ്ക്വാളിഫൈ ആകും. ദെൻ പ്രൊമോട്ടിങ് എനിമിറ്റി വർഗീയത പറയുന്നവരെയും റിലീജിയസും റേസും പ്ലേസ് ഓഫ് ബർത്ത് റിലേറ്റഡ് ആയിട്ടൊക്കെ നിങ്ങൾ ആൾക്കാരെ സെഗ്രിഗേറ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങളും എന്തിൽ നിന്ന് പുറത്തു പോകും? MP ആകാനായിട്ടുള്ള ക്വാളിഫിക്കേഷനിൽ നിന്ന് നിങ്ങൾ പുറത്തു പോകും. ഓക്കെ. സോ ഈ കേസ് വരുന്നത്, രാഹുൽ ഗാന്ധിയുടെ മുന്നത്തെ കേസ് വരുന്നത് ഈ അലഹബാദ് കോടതിയാണെന്ന് തോന്നുന്നു. അലഹബാദ് കോടതിയാണെന്ന് തോന്നുന്നു. അലഹബാദ് കോടതി എന്ത് ചെയ്തു? രാഹുൽ ഗാന്ധിയുടെ ഡിഫമേഷൻ, മോദിക്കെതിരായിട്ടുള്ള പരാമർശത്തിൽ ഒരു മോദി കമ്മ്യൂണിറ്റിക്കെതിരെയായിട്ടാണ് അദ്ദേഹം പരാമർശം നടത്തിയത്. എല്ലാ മോദിമാരും കള്ളന്മാരാണെന്നോ അങ്ങനെ എന്തോ അദ്ദേഹം പ്രസംഗം പറയുന്നതിനിടയിൽ ജനറൽ ആയിട്ട് അങ്ങോട്ട് പറഞ്ഞു പോയി. പക്ഷേ ഒരു മോദി കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ഒരാൾ ഇതിനെതിരെ കോടതിയിലേക്ക് കേസിന് പോവുകയും ഇദ്ദേഹം മോദി കമ്മ്യൂണിറ്റിയെ ഡിഫൈം ചെയ്തു എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കുകയും ചെയ്തു. അലഹബാദ് ഹൈക്കോടതി എന്ത് പറഞ്ഞു? ശരിയാണ്, ഇങ്ങനെ ഉണ്ടായി, അപ്പോൾ നിങ്ങൾ 2 വർഷത്തേക്ക് ഇംപ്രിസൺമെന്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടൊരു വിധി പുറപ്പെടുവിച്ചു. ഓൺ ദ സ്പോട്ടിൽ എന്ത് സംഭവിച്ചു? ഡിസ്ക്വാളിഫിക്കേഷൻ സംഭവിച്ചു. സോ അത് അന്നൊരു ലീഗൽ ബാറ്റിലായിട്ട് മുന്നോട്ട് വരികയുണ്ടായിരുന്നു. ആരുടെ കേസിൽ? നമ്മളുടെ രാഹുൽ ഗാന്ധിയുടെ കേസിൽ. ദെൻ രാഹുൽ ഗാന്ധി സുപ്രീം കോടതിയിലേക്ക് പോവുകയും അതിനെതിരെയുള്ള വിധികളൊക്കെ നേടുകയൊക്കെ ചെയ്തിട്ടുണ്ടായി. ഓക്കെ. സോ ഇതാണ് ഡിഫമേഷനെ കുറിച്ചിട്ട് ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാനായിട്ടുള്ളത്. ദെൻ നമുക്ക് നെക്സ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. ശശി തരൂരിന്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിൾ, അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ പഠിച്ചു വെച്ച കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ആർട്ടിക്കിൾ ഇന്ന് വന്നിട്ടുണ്ട്. ഡീകോഡിംഗ് ചൈന, ദ ലെസൺസ് ഫോർ എ വൾണറബിൾ ഇന്ത്യ. ചൈനയുടെ കറന്റ് പ്രോബ്ലം എന്താണ് ചൈനയുടെ പ്രശ്നം എന്നുള്ളത് ഇവിടെ ഐഡന്റിഫൈ ചെയ്യണം. ഏത് സെക്ടറിൽ? എക്കോണമിക് സെക്ടറിൽ മാത്രം. വേറെ പല സെക്ടറുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഡിഫൻസ് സെക്ടറിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, കൾച്ചറൽ കോർപ്പറേഷൻ, പൊളിറ്റിക്കൽ, ഇങ്ങനെ സ്ട്രാറ്റജിക്, ഇങ്ങനെ ഡിഫറെന്റ് സെക്ടറുകളിൽ നമ്മൾ ചൈനാസ് റിലേഷൻ, ഇന്ത്യ ചൈന റിലേഷൻ, ഇന്ത്യ US റിലേഷനൊക്കെ ഐഡന്റിഫൈ ചെയ്തു. ഈ പെർട്ടിക്കുലർ ആർട്ടിക്കിൾ എന്താ പറയുന്നത്? ഇന്ത്യ ചൈനയുടെ ഒരു എക്കോണമിക്കൽ റിലേഷൻ ചില പോയിന്റുകളിലൂടെ ഐഡന്റിഫൈ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ചില എക്സാമ്പിളുകളിലൂടെ ഐഡന്റിഫൈ ചെയ്യുകയാണ്. ഓക്കെ. സോ ഇതിൻ്റെ ഒരു ആധാരമായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു ആർട്ടിക്കിളിന് ആധാരമായിട്ട് വരുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മളുടെ ഫോക്സ്കോൺ എന്ന് പറയുന്നത് ഐഫോൺ നിർമ്മിക്കുന്ന കമ്പനികളാണ്. സോ ഐഫോൺ എവിടെ നിർമ്മിക്കുന്നത്? US-ലാണോ നിർമ്മിക്കുന്നത്? ഇല്ല, 3ാം ലോക രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ഡെവലപ്പിംഗ് കൺട്രീസിലാണ് ഐഫോണിൻ്റെ പാർട്സുകൾ നിർമ്മിക്കുകയും അസംബിൾ ചെയ്യുകയും കയറ്റി അയക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ഒരു കമ്പനി, ഐഫോൺ നിർമ്മിക്കുന്നതിനായിട്ടുള്ള ഒരു കമ്പനി നമ്മളുടെ സദേൺ കേരളയിൽ വരികയുണ്ടായി. ഫോക്സ്കോൺ ആണ് നമ്മളുടെ എന്ത് ചെയ്യുന്നത്? ചൈനയിലും ഈ ഐഫോൺ നിർമ്മാതാക്കളായിട്ട്, ലോകത്തെ വലിയ നിർമ്മാതാക്കളാണ്, ഐഫോണിന്റെ കാര്യത്തിൽ നിർമ്മാതാക്കളാക്കിയിട്ടുള്ള വലിയ കമ്പനികളിലൊന്നാണ് ഈ ഫോക്സ്കോൺ എന്ന് പറയുന്നത്. സോ ആ ഒരു കമ്പനി ഇവിടെ ഇന്ത്യയിൽ പ്ലാന്റ് തുറക്കുകയാണ്. ഓക്കെ. സോ അവരുടെ ടെക്നിക്കൽ ടീമുകൾ ഉണ്ടല്ലോ, ടെക്നിക്കൽ ടീമുകൾ എല്ലാവരും ചൈനീസ് ആളുകളായിരുന്നു. അതായത് മേജർ ടോപ്പ് ലെവൽ മാനേജ്മെന്റുകളിൽ ഇരിക്കുന്ന മിക്കവരും ചൈനീസ് എഞ്ചിനീയേഴ്സ് ആയിരുന്നു. ഓക്കെ. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ്, അല്ലെങ്കിൽ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ആയിട്ട് ചൈന എന്ത് പറഞ്ഞു? ചൈന പറഞ്ഞു ഈ ഫോക്സ്കോണിൽ വർക്ക് ചെയ്യുന്ന സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള എംപ്ലോയീസ്, ചൈനീസ് എഞ്ചിനീയേഴ്സിനെ തിരിച്ചു വിളിക്കുകയാണ്. ഫോക്സ്കോൺ കമ്പനി ചൈനയിലേക്ക് തിരിച്ചു വിളിക്കുകയാണ് ചെയ്യുന്നത്. സോ അതെന്താണ്? അതൊരു ഹ്യൂജ് ഇമ്പാക്റ്റ്. കാരണം നമ്മളിവിടെ ഹൈലി ടെക്നിക്കൽ ആയിട്ടുള്ള ആളുകളെ വിളിച്ചു വരുത്തിയിട്ട് ഇങ്ങനൊരു സ്ഥാപനം ഉണ്ടാക്കിയതിനു ശേഷം പെട്ടെന്ന് അവരെ തിരിച്ചു വിളിക്കുകയാണ് ചെയ്യുന്നത്. അതൊരു ഹ്യൂജ് പ്രോബ്ലം ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഒരു നോളജ് ട്രാൻസ്ഫറിനെ ഡിസ്റപ്റ്റ് ചെയ്യുകയാണ് ആര് ചെയ്യുന്നത്? നമ്മളുടെ ചൈന ചെയ്തിരിക്കുന്നത്. ഫോക്സ്കോൺ അവരുടെ കമ്പനി ആയിരിക്കാം, അവരുടെ ആളുകളായിരിക്കാം, പക്ഷേ ഇന്ത്യയിലേക്കുള്ള ഒരു നോളജ് ട്രാൻസ്ഫറിനെ ഡിസ്റപ്റ്റ് ചെയ്യുകയാണ്. നമ്മൾ ഇത്രയും പണം കൊടുത്ത് നമ്മളുടെ ഗവൺമെന്റുമായിട്ട് ഒരുപാട് ചർച്ചകൾക്ക് ശേഷം ഇങ്ങനെ ഒരു കമ്പനി വന്നു കഴിയുമ്പോൾ അവർ പെട്ടെന്നൊരു ദിവസം തിരിച്ചു പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളുടെ എക്കോണമിക്ക് ലാഭകരമല്ലാത്ത ഒരു പ്രവൃത്തി തന്നെയാണ്. സോ എന്താ? നോളജ് ട്രാൻസ്ഫറിനെ എന്ത് ചെയ്യുന്നു? ഡിസ്റപ്റ്റ് ചെയ്യുന്നു.
നോളജ് ട്രാൻസ്ഫറിന് മാത്രമല്ല 3 കാര്യങ്ങൾ ചൈന ചെയ്യുന്നുണ്ട്. ഒന്ന്, ഈ നോളജ് ട്രാൻസ്ഫറിന് ഇവരെ തിരിച്ചു വിളിക്കുന്നു. ദെൻ റയർ എർത്ത് എലമെന്റ് അടക്കമുള്ള കാര്യങ്ങളിൽ, റയർ എർത്ത് എലമെന്റ് അടക്കമുള്ള ഇപ്പോൾ ഗ്രഫൈൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ സെമി കണ്ടക്ടേഴ്സ്, ഈവൻ ഫോൺ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള റയർ എർത്ത് എലമെന്റുകളും സെമി കണ്ടക്ടേഴ്സും സിലിക്കൺ അടക്കമുള്ള കാര്യങ്ങൾ ഇന്ത്യയിലേക്ക് ചൈന കയറ്റി അയക്കാതിരിക്കുന്നു. ഓക്കെ, ഇന്ത്യയിലേക്ക് ചൈന കയറ്റി അയക്കാതിരിക്കുന്നു. സോ ഇറ്റ്സ് ആൻ ഇൻഫോർമൽ ട്രേഡ് ബാരിയർ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ചൈന. ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ ഒരു ഇൻഫോർമൽ ട്രേഡ് ബാരിയർ നടക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ. ദെൻ അടുത്ത കാര്യം എന്താണ്? അടുത്ത കാര്യം വരുന്നത് നമ്മളുടെ മെഷീൻ എക്യുപ്മെന്റ്സ് റിലേറ്റഡ് ആയിട്ടാണ്. അതായത് നമ്മളുടെ ഈ ഐഫോൺ അടക്കമുള്ള കാര്യങ്ങൾ നിർമ്മിക്കാൻ അല്ലെങ്കിൽ വലിയ ഫാക്ടറികൾ ഓടുന്നതിന് വേണ്ടിയിട്ട് ഹെവി എക്യുപ്മെന്റ്സുകൾ ആവശ്യമായിട്ടുണ്ട്. ഓക്കെ, സോ ഹെവി എക്യുപ്മെന്റ്സ് നമ്മൾ എവിടെ നിന്നാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്? നമ്മുടെ അടുത്തുള്ള ഒരു ഹെവി എക്യുപ്മെന്റ് റിസോഴ്സസ് എന്ന് പറയുന്നത് ചൈനയാണ്. ചൈന ഒരു ഹ്യൂജ് എക്സ്പോർട്ടറാണ് മെഷീൻ്റെ കാര്യത്തിലാണെങ്കിലും, ഈവൻ ഗുഡ്സ്, നോർമൽ ഗുഡ്സിൻ്റെ കാര്യത്തിലും ഹ്യൂജ് എക്സ്പോർട്ടർ തന്നെയാണ്. സോ നമ്മൾ ചൈനയിൽ നിന്നാണ് ഇങ്ങനെയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെഷീനറി എല്ലാം നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്, ഇമ്പോർട്ട് ചെയ്യുന്നത്. സോ ഈ മെഷീൻ്റെ കാര്യത്തിൽ എക്യുപ്മെൻ്റൽ ഡിലേയ്സ് അവർ ക്രിയേറ്റ് ചെയ്യുകയാണ്. ദെൻ മെഷീൻ പാർട്സിൻ്റെ കാര്യത്തിലാണെങ്കിലും, അല്ലെങ്കിൽ സ്പെയർ പാർട്സിൻ്റെ കാര്യങ്ങളിലാണെങ്കിലും, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇന്ത്യയുടെ കേസ് വരുമ്പോൾ അവരൊരു തടയൽ സമീപനം നടത്തുകയാണ്. അപ്പോൾ എന്തൊക്കെ കേസിൽ പറഞ്ഞു? നമ്മളുടെ ആളുകളെ, നോളജ് ട്രാൻസ്ഫറിനെ ഹിൻഡ്രൻസ് ചെയ്യുന്നു. ദെൻ എന്താണ്? എക്യുപ്മെന്റ് ഡിലേസ് അല്ലെങ്കിൽ മെഷീനറി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം. ദെൻ വേറെ എന്താണ്? റയർ എർത്ത് എലമെന്റ് അടക്കമുള്ള കാര്യങ്ങളിലെ പ്രോബ്ലം. ഈ 3 കാര്യങ്ങളുമാണ് ഇവർ പ്രധാനമായിട്ട് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ഇന്ത്യയിൽ നിന്ന് അധികം എക്സ്പോർട്ടുകൾ നടത്തരുത്. എക്സ്പോർട്ട് ചെയ്യാനായിട്ട് ഏഷ്യൻ റീജിയനിൽ നമ്മൾ ഒരൊറ്റ ശക്തി മാത്രമേ പാടുള്ളൂ എന്നൊരു പിന്തിരിപ്പൻ സമീപനം ആർക്കുണ്ട്? ചൈനയ്ക്കുണ്ട്. ഓക്കെ ആണോ? സോ കറണ്ട് സിറ്റുവേഷൻ മനസ്സിലായല്ലോ. ഇനി എന്തുകൊണ്ടാണ് ചൈന ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? സെക്കൻഡ് പാരാഗ്രാഫുകളിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ടാണ് ചൈന ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ശശി തരൂർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡെമോഗ്രഫിക് ക്രൈസിസിലൂടെയാണ് ചൈന കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ചൈനയുടെ 1 ചൈൽഡ് പോളിസി, അതായത് ഒരു പാരൻസിന് ഒരു കുട്ടി മാത്രമേ പാടുള്ളൂ എന്ന രീതിയിൽ ചൈന മുന്നേ ഒരു ഒറ്റ കുട്ടി നയം എന്ന് പറയുന്ന ഒരു പോളിസി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് നാളുകൾക്ക് മുൻപേ മാത്രമാണ് ആ ഒരു പോളിസിയിൽ നിന്ന് പിന്നോട്ട് പോയത്. ഓക്കെ, സോ 1 ചൈൽഡ് പോളിസി കാരണം എന്താണ്? അവരുടെ ഒരു ഡെമോഗ്രഫിക് ഡിവിഡൻഡ് കുറയുകയാണ്. കാരണം ഏജ്ഡ് പോപ്പുലേഷനായി കൂടുതലും. ചൈനയിൽ ഏറ്റവും കൂടുതലുള്ളത് ഏജ്ഡ് പോപ്പുലേഷനായി. വർക്ക് ഫോഴ്സ് അല്ലെങ്കിൽ വർക്ക് ഫോഴ്സ് പാർട്ടിസിപ്പേഷനിൽ പറ്റുന്ന ആളുകൾ 14 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള ആളുകളെയാണ് വർക്ക് ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ ലേബേഴ്സ് എന്ന് പറയുന്നത്. സോ അവരുടെ എണ്ണം ചുരുങ്ങി കൊണ്ട് വരികയാണ്. സോ ഒരു രാജ്യം, ഒരു ഡെമോഗ്രഫി ഏജ്ഡ് പോപ്പുലേഷൻ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കൺസപ്ഷൻസ് കുറയും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ എല്ലാവരും 60 വയസ്സിൽ കഴിഞ്ഞവരാണ് ചൈനയിൽ എന്ന് വിചാരിക്കുക. അവർ പുതിയ ഫോൺ വാങ്ങുമോ? അല്ലെങ്കിൽ പുതിയ കാറുകൾ അവർ വാങ്ങുമോ? ഇല്ല. അവർക്ക് കൂടുതലായിട്ട് എന്താ വേണ്ടത്? ചിലപ്പോൾ മെഡിക്കേഷൻസുകളായിരിക്കും വേണ്ടത്, അല്ലെങ്കിൽ മെഡിസിൻസ്, ഫാർമസ്യൂട്ടിക്കൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും വേണ്ടത്. അവിടെ കളിപ്പാട്ടങ്ങൾ വാങ്ങുമോ? കുറവായിരിക്കും കളിപ്പാട്ടങ്ങൾ വാങ്ങുന്നത്. അപ്പോൾ കളിപ്പാട്ടത്തിൻ്റെ ഒരു മാർക്കറ്റ് ചൈനയിൽ കുറയും. ദെൻ വേറെ എന്താണ്? ജോലി ചെയ്യാൻ പറ്റാത്ത ആളുകളാവുമല്ലോ. അപ്പോൾ അവരെ മെഡിക്കൽ കെയറുകളായിരിക്കും, നഴ്സിംഗ് ഫെസിലിറ്റീസ് ആയിരിക്കും ഇനി വേണ്ടത്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട റിയൽ എസ്റ്റേറ്റുകളായിരിക്കും ഇനി അവിടെ വളരുന്നത്. സോ ഒരു ഡെമോഗ്രഫിക് ക്രൈസിസ് അവിടെയുണ്ട്. സോ അതിനെ നമ്മൾ എന്ത് ചെയ്യും? അതിനെ ഹിൻഡ്രൻസ് ചെയ്യുന്നത്, അതായത് ഒരു ഇൻസൈഡ് മാർക്കറ്റ് അവിടെ കുറവാണ്. ഇൻസൈഡ് മാർക്കറ്റ് കുറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? ഗവൺമെന്റിന് റവന്യൂ കുറഞ്ഞു വരികയാണ്. കാരണം അവിടെയുള്ളവർ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് അവിടെയുള്ളവർക്ക് വിറ്റ് കഴിഞ്ഞാൽ മാത്രമാണല്ലോ റവന്യൂ കിട്ടുക. ഈ റവന്യൂവിനെ കോമ്പൻസേറ്റ് ചെയ്യുന്നത് എക്സ്പോർട്ട് കൊണ്ടാണ്. ഓക്കെ, സോ ഈ റവന്യൂവിനെ കോമ്പൻസേറ്റ് ചെയ്യുന്നത് ഈ ഇൻഡിജീനിയസ് മാർക്കറ്റ് അല്ലെങ്കിൽ ലോക്കൽ മാർക്കറ്റുകളിൽ നിന്ന് അവരുടെ കമ്പനികൾക്ക് കിട്ടേണ്ട പ്രോഫിറ്റുകളെ എന്ത് ചെയ്യുന്നത്? കോമ്പൻസേറ്റ് ചെയ്യുന്നത് എക്സ്പോർട്ടുകളിൽ നിന്ന് കിട്ടുന്ന അധിക വരുമാനം കൊണ്ടാണ്. പല രാജ്യങ്ങളുമായിട്ട് ഈ ഇവർ സെമി കണ്ടക്ടേഴ്സും ഫോണുകളുടെ ഉൽപ്പാദനവും എക്സ്പോർട്ടും കൊണ്ടാണ് ഇവർ പിടിച്ചു നിൽക്കുന്നത്. ഓക്കെ, സോ ഡെമോഗ്രഫിക് പ്രോബ്ലങ്ങളുണ്ട്. ദെൻ ക്യാപിറ്റൽ മാർക്കറ്റിലുള്ള മീൻസ് നമ്മളുടെ റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റുകളിൽ അടക്കമുള്ള കൊളാപ്സുകൾ, കാരണം സ്ഥലപരിമിതികളുണ്ട്, ആളുകൾ സ്ഥലങ്ങൾ കൂടുതൽ വാങ്ങുന്നില്ല. സോ അതെല്ലാം പ്രോബ്ലമായിട്ട് മാറുന്നുണ്ട്.
ദെൻ ഇൻഡസ്ട്രിയൽ ഓവർ കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഫാക്ടറീസുകൾ വരികയാണ്. ആളുകൾ സാധനങ്ങൾ വാങ്ങിക്കുന്നില്ല. പക്ഷേ നമ്മളുടെ ചൈനീസിൻ്റെ ബാങ്കുകൾ ഇൻഡസ്ട്രീസിന് ഒരുപാട് പണങ്ങൾ കൊടുക്കുകയും അവിടെ എന്ത് ചെയ്യുന്നു, ഇൻഡസ്ട്രീസ് തഴച്ചു വളർത്തുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കുകയും അത് വാങ്ങാൻ ആളില്ലാതെ കെട്ടിക്കിടക്കുകയും ചെയ്യും. സോ ഇങ്ങനെയുള്ള കമ്പനീസിന് പ്രോഫിറ്റുകൾ ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എക്സ്റ്റേണൽ മാർക്കറ്റുകളിലേക്ക് ഇവർ പോകണം. എങ്ങടേക്ക് പോകണം? എക്സ്റ്റേണൽ മാർക്കറ്റുകളിലേക്ക് പോകണം. സോ അതിനെല്ലാം വേണ്ടിയാണ്. സോ ഇന്ത്യ അവിടെ എക്സ്റ്റേണൽ മാർക്കറ്റ് പിടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇന്ത്യ എക്സ്റ്റേണൽ മാർക്കറ്റുകൾ പിടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഹ്യൂജ് പ്രോഫിറ്റ് ചൈനീസിന് കുഴപ്പം വരും. അപ്പോൾ അവർക്ക് ഇന്റേണൽ മാർക്കറ്റ് ഇല്ല, ഇനി എക്സ്റ്റേണൽ മാർക്കറ്റ് കൂടി ഇന്ത്യ കൈയടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഒരു ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ഉണ്ട്. ഇന്ത്യയിൽ 14 വയസ്സ് മുതൽ 60 വയസ്സ് വരെ ഉള്ളവരാണ് ഈ ഒരു ഹ്യൂജ് പോപ്പുലേഷൻ ഓഫ് ആളുകളും വരുന്നത്. സോ ഇന്ത്യ ഒരു 2050 വരെ എന്തായിരിക്കും? ഒരു ഹ്യൂജ് മാർക്കറ്റ് ആയിരിക്കും. ലോക രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹ്യൂജ് മാർക്കറ്റാണ്. നമ്മൾ ആ ഒരു ഡിവിഡൻഡ് ഈ ഇടയിൽ നമ്മൾ പിടിക്കണം. എന്നാൽ മാത്രമേ നമുക്കൊരു 2050 മുതൽ 2100 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കാനും ജീവിക്കാനായിട്ടും സാധിക്കുകയുള്ളൂ. പക്ഷേ ചൈനയെ സംബന്ധിച്ചിടത്തോളം അതൊരു ഡിക്ലൈനിങ് സ്റ്റേജിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. അവർ ഏറ്റവും കൂടുതൽ പണം ഉണ്ടാക്കുന്നത് ഈ എക്സ്പോർട്ടിലൂടെയാണ്. അതും കൂടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് സഹിക്കാനായിട്ട് പറ്റില്ല. സോ അതാണ് ഇവിടെ പറയുന്നത്, അവരുടെ ഒരു പ്രോബ്ലമായിട്ട് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? സോ ക്വസ്റ്റൻ എന്തായിരുന്നു? ഹെഡിങ് എന്തായിരുന്നു? ഡീകോഡിങ് ചൈന. നമ്മൾ ഇവിടെ ചൈനയെ ഡീകോഡ് ചെയ്തു. ചൈനയുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ഡീകോഡ് ചെയ്തു ശശി തരൂര്. ദെൻ നെക്സ്റ്റ്, ദ ലെസൺസ് ഫോർ എ വൾണറബിൾ ഇന്ത്യ. എന്തൊക്കെ ലെസൺസ് ആണ് ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്? നമുക്ക് ഇപ്പോൾ ആരായിട്ട് കൂട്ടുകൂടാനായിട്ട് പറ്റില്ല, ലോകരാജ്യങ്ങളായിട്ട് നമുക്ക് കൂട്ടുകൂടാനായിട്ട് പറ്റില്ല. ഇന്നലത്തെ ഓപ്പൺ എഡിറ്റോറിയലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? അൺറെസ്പോൺസീവ് UN അൺറെസ്പോൺസീവ് ആണ്. യുണൈറ്റഡ് നേഷൻ അല്ല, യൂറോപ്യൻ യൂണിയൻ EU അൺറെസ്പോൺസീവ് ആണ്. പെർട്ടിക്കുലർലി യൂറോപ്പ് അൺറെസ്പോൺസീവ് ആണ്. ദെൻ USA കേസിൽ എന്താണ്? USA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50% ടാരിഫ് അടിച്ചു തന്നിരിക്കുന്നത്. എന്ത് ചെയ്യും എന്നൊരു അവസ്ഥ, അല്ലെങ്കിൽ ഇനി എന്ത് എക്സ്പോർട്ടിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും എന്നുള്ളൊരു വിഷയം നമ്മളുടെ മുന്നിലുണ്ട്. ദെൻ ചൈനയ്ക്ക് നോക്കുകയാണെങ്കിൽ ചൈന വൻ രീതിയിൽ അഗ്രസീവായിട്ട് ഈ ഗ്ലോബൽ മാർക്കറ്റുകൾ പിടിക്കാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഡൊമസ്റ്റിക് കപ്പാസിറ്റി ബിൽഡിങ്ങുകൾ ചെയ്യണം. ദെൻ സപ്ലൈ ചെയിനുകൾ ഇൻക്രീസ് ചെയ്യണം. ദെൻ എന്താണ്? റീജിയണൽ കോർപ്പറേഷനുകൾ വരണം. ക്രിയേറ്റീവ് ഓൾട്ടർനേറ്റീവ് നോളജ് നെറ്റ്വർക്ക്. ഇന്ത്യയിൽ ഡെമോഗ്രഫിക് ഡിവിഡൻഡ് അല്ലെങ്കിൽ 14 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള വർക്ക് ഫോഴ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ ഇതിനെല്ലാം നോളജിനെ ടെക്നിക്കാലിറ്റി അല്ലെങ്കിൽ സ്കിൽസ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ടോ? സംശയമാണ്. സോ അക്കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ റീതിങ്ക് ചെയ്യണം. ദെൻ പോളിസി റെസ്പോൺസ്, ഈവൻ സ്റ്റെം കോഴ്സുകൾ അടക്കമുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുവാനായിട്ടും ദെൻ നമ്മളുടെ ഇൻഫ്രാസ്ട്രക്ചറൽ ക്യാപ്പബിലിറ്റീസും ടെക്നിക്കൽ ക്യാപ്പബിലിറ്റീസും ഉയർത്താനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. സോ നമ്മൾ ആദ്യം ഡീകോഡ് ചെയ്തു, ദെൻ നമ്മൾ എന്ത് ചെയ്തു? അതിനുള്ള സൊല്യൂഷൻസ് പറഞ്ഞു. ഓക്കെ ആണോ? സോ ഈ ഒരു ചരിത്രം എന്താണ്, ഒരു എക്കോണമിക്കൽ റിലേറ്റഡ് ആയിട്ട് ചൈന ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ കാരണം മനസ്സിലായോ? സോ ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെ നമുക്ക് മെയിൻസിൽ എക്സാമ്പിൾ ആയിട്ട് കോട്ട് ചെയ്യാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ ഈ നമ്മളുടെ ഫോക്സ്കോണിൻ്റെ 300 എംപ്ലോയീസിനെ തിരിച്ച് വിളിക്കുന്നത് നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് മെയിൻസ് ആൻസർ റൈറ്റിങ്ങുകളൊക്കെ ചെയ്യുമ്പോൾ കോട്ട് ചെയ്യാനായിട്ട് പറ്റും. വാട്ട് ഈസ് എക്സോഡസ്? എക്സോഡസ് എന്ന് പറയുന്ന വാക്കിൻ്റെ മീനിങ് എന്താണ്? എക്സോഡസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറപ്പാട്. നിങ്ങൾ ബൈബിളിലെ 2ാമത്തെ പുസ്തകമാണ് എക്സോഡസ് എന്ന് പറയും, അല്ലെങ്കിൽ പുറപ്പാട്. ഒരു സ്ഥലത്ത് നിന്ന് പുറപ്പെട്ടു പോവുക. സോ ഫോക്സോൺ എഞ്ചിനീയേഴ്സ് ഇന്ത്യയിൽ നിന്ന് ചൈനയിലേക്ക് തിരിച്ച് പുറപ്പാടായി അല്ലെങ്കിൽ പുറത്തേക്ക് പോയി എന്നാണ് എക്സോഡസ് എന്ന് പറയുന്ന വാക്കിൻ്റെ മീനിങ്. ഓക്കെ, ഇതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, സോ ഈ ഒരു ആർട്ടിക്കിൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലായല്ലോ. ഇനി നമുക്ക് നെക്സ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. ഇത് ടെക്സ്റ്റ് ആൻഡ് കോണ്ടാക്ട് സെഷനിൽ വന്നിട്ടുള്ള വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ ഓഫ് ബയോചാർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കുമായി ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡിസ്കഷനാണ്. സോ എന്താണ് ഈ ബയോചാർ എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. എക്കോളജി ആൻഡ് എൻവിറോൺമെൻറ്റ് പാർട്ടിലെ നമ്മളുടെ എമർജിങ് ടെക്നോളജീസ് അല്ലെങ്കിൽ
സസ്റ്റൈനബിൾ എമർജിങ് ടെക്നോളജീസുമായി ബന്ധപ്പെട്ട് വരുന്ന ഇമ്പോർട്ടൻ്റ് ഒരു വർഷം ഒരു ചോദ്യം വരുന്ന ഒരു ഏരിയയാണിത്. എല്ലാ വർഷവും ഈ എമർജിങ് ടെക്നോളജീസിൽ നിന്ന് ഒരു ചോദ്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. കണ്ണുമൂടി ചെറിയ ടോപ്പിക്കുകളാണ് അതിലുള്ളൂ, പക്ഷെ ഒരു ചോദ്യം അതിൽ നിന്ന് എന്തായാലും വരും. ഡിഫറെൻ്റ് ഇപ്പോൾ നമ്മളുടെ സോളാർ എനർജി അല്ലെങ്കിൽ ഡിഫറെൻ്റ് എനർജീസ് ഉണ്ട്. ഇപ്പോൾ ഗ്രീൻ ഗ്യാസ് ടെക്നോളജി അല്ലെങ്കിൽ ഗ്രീൻ ഹൈഡ്രജൻ, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എമർജിങ് ടെക്നോളജീസുമായി ബന്ധപ്പെട്ടിട്ടുള്ളതിൽ നിന്ന് ഒരു ചോദ്യം വരാറുണ്ട്. സോ ഇവിടെ വന്നിരിക്കുന്ന ടോപ്പിക് ഡിസ്കഷൻ എന്താണ്? ബയോ ചാറിനെ സംബന്ധിച്ചിട്ടാണ്. ബയോ ചാർ എന്ന് പറഞ്ഞാൽ ബയോ എന്ന് പറയുന്ന ഒരു വാക്കും കേട്ടിട്ടുണ്ട്, ചാർ എന്ന് പറയുന്ന ചാർക്കോളിന്റെ ചാർ ഉണ്ടല്ലോ, സോ ആ ഒരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനെ ചുറ്റിപ്പറ്റിയാണ് ഡിസ്കഷൻ വരുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇത് എന്താണെന്ന് നോക്കണം. ഓക്കെ, അതിനു മുൻപ് ഈ ഒരു ചോദ്യം 2019 വന്നിട്ടുള്ള ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയേ. In the context of which one of the following are the term pyrolysis and plasma gasification? പ്ലാസ്മ ഗ്യാസിഫിക്കേഷനും പൈറോളിസിസും എന്ന് പറയുന്ന വാക്ക് താഴെ കൊടുത്തിരിക്കുന്നതിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എക്സ്ട്രാക്ഷൻ ഓഫ് റയർ എർത്ത് എലമെന്റുകൾ എക്സ്ട്രാക്ട് ചെയ്യുന്ന മെത്തേഡാണോ ഈ പൈറോളിസിസും പ്ലാസ്മ ഗ്യാസിഫിക്കേഷനും? അറിയില്ല. നാച്ചുറൽ ഗ്യാസ് എക്സ്ട്രാക്ഷൻ ടെക്നോളജീസ് അതാണോ പൈറോളിസിസ് പ്ലാസ്മ ഗ്യാസിഫിക്കേഷൻ? എനിക്കറിയില്ല. ഞാൻ മൂന്നാമത്തേതിലേക്ക് വായിച്ചു. ഹൈഡ്രജൻ ഫ്യൂവൽ ബേസ്ഡ് ഓട്ടോമൊബൈൽസ് അറിയില്ല. വേസ്റ്റ് ടു എനർജി ടെക്നോളജീസ് ഇത് 4 ആണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുക എന്നുള്ളത് കൂടിയാണ് നമ്മളുടെ ഈ ഒരു ഡിസ്കഷൻ്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതൊന്ന് നോക്കാം. അതായത് ഡിഫറെൻറ്റ് ഫോം ഓഫ് ഫ്യൂവൽസ് നമുക്കുണ്ട്. എന്തൊക്കെ ഫ്യൂവൽസുകൾ നമുക്കുണ്ട്? പെട്രോളിയം പ്രൊഡക്റ്റ് ഉണ്ട്, ക്രൂഡ് ഓയിൽസ് ഉണ്ട്, ദെൻ എന്താണ് ഇലക്ട്രിസിറ്റി ഉണ്ട്. ഇങ്ങനെ കോൾ ഗ്യാസ് അല്ലെങ്കിൽ കോള് കത്തിച്ചിട്ട് അതിൽ നിന്ന് എനർജി ഉൽപ്പാദിപ്പിക്കുന്നുണ്ടല്ലോ. ദെൻ വേറെ ഏതൊക്കെ രീതിയിൽ? നാച്ചുറൽ ഗ്യാസ്, LNG, വീട്ടിലെ ഗ്യാസ് അടുപ്പിൽ വരുന്നത് എന്താണ്? LPG. ഇങ്ങനെ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് എനർജി സോഴ്സസുകൾ നമുക്ക് ഉണ്ട്. അത് റിന്യൂവബിൾ ആയിട്ടുള്ള സോഴ്സസുകളുണ്ട്, നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള സോഴ്സസുകളുണ്ട്. ദെൻ നമ്മൾ എനർജി അല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്രൊഡക്റ്റുകൾ ബയോമാസിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാറുണ്ട്. എങ്ങനെ? ബയോമാസിൽ നിന്ന് നമ്മൾ എനർജീസ് ഉൽപ്പാദിപ്പിക്കാറുണ്ട്. എന്താണ് ഈ ബയോമാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് വേസ്റ്റ് റെസിഡ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വീട്ടിൽ ആവശ്യം അത് കഴിഞ്ഞു വരുന്നതും ദെൻ നമ്മളുടെ എന്താണ്, ഇപ്പോൾ കർഷകരാണെങ്കിൽ കർഷകർ നെല്ല് അടർത്തിയതിനു ശേഷം വൈക്കോല് മാറ്റിവെക്കും. സോ അതൊരു ബയോമാസ് ആണ്. അല്ലെങ്കിൽ ജീവനുള്ള എല്ലാ മാസമുള്ള വസ്തുക്കളും ബയോമാസ് ആണ്. അല്ലെങ്കിൽ ജീവൻ തുടിക്കുന്ന എല്ലാ കാര്യങ്ങളെയും എന്താണ്? ബയോമാസ് ആണ്. ഓക്കെ, സോ അങ്ങനെയുള്ള വേസ്റ്റ് ആയിട്ടുള്ള ബയോമാസിൽ നിന്ന് നമുക്ക് ഫ്യൂവലും എനർജിയും ഉൽപ്പാദിപ്പിക്കാം. അതിന് 3 തരം ടെക്നിക്കുകളാണുള്ളത്. എഴുതി വെക്കുക, 3 തരം ടെക്നിക്കുകളാണുള്ളത്. ഇപ്പം നമ്മൾ ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്നു, ക്രൂഡ് ഓയിൽ റിഫൈൻ ചെയ്ത് നമ്മൾ എടുക്കുന്നു. ദെൻ വേറെ എന്തൊക്കെയാണ് നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു? ഗ്രീൻ ഹൈഡ്രജൻ നമ്മൾ ഫോം ചെയ്യുന്നു. അപ്പോൾ ഒരു എനർജി ഗ്രീൻ ഹൈഡ്രജനിലൂടെ ഫോം ചെയ്യുന്നു. ഇവിടെ ബയോമാസിലൂടെ, അതായത് വേസ്റ്റ് കിടക്കുന്ന ബയോമാസിലൂടെ, ബയോമാസ് എന്ന് പറയുമ്പോൾ കർഷകർ, ഇപ്പോൾ കരിമ്പ് വെട്ടിയതിനു ശേഷം ബാക്കി വരുന്ന റെസിഡ്യൂസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ വേറെ എന്താണ്, കർഷകർ വീറ്റ് വെട്ടിയതിനു ശേഷം ബാക്കി വരുന്ന റെസിഡ്യൂസ് ഉണ്ടല്ലോ. ഇങ്ങനെയുള്ള ബയോമാസുകൾ, ഇത് മാത്രമല്ല, വീട്ടിൽ നമ്മൾ പച്ചക്കറി തോട്ടത്തിലേക്ക് നമ്മൾ പച്ചക്കറികൾ അരിഞ്ഞിരിക്കുകയും വീട്ടിൻ്റെ വേസ്റ്റുകൾ അല്ലെങ്കിൽ വീട്ടിലെ ഭക്ഷണാവശിഷ്ടങ്ങൾ നമ്മൾ യൂസ് ചെയ്യുമല്ലോ, അത് നമ്മളൊരു ഗ്യാസ് ചേമ്പറിൽ കൊണ്ടുപോയിടും. അതിന് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ബയോഗ്യാസ്. നമ്മളുടെ പലരുടെയും വീട്ടുകളിൽ ഉണ്ടാവും ബയോ ഗ്യാസ് പ്ലാന്റുകൾ. ചെറിയൊരു പെട്ടിയിലായിട്ട് എയർ കടക്കാതെ മീഥൈൻ ഫോം ചെയ്യും. അതിലൂടെ വരുന്ന ഗ്യാസ് ഏതാണ്? മീഥൈൻ ഗ്യാസ് ആണ്. ഓക്കെ, സോ അതുപോലെ ഈ ബയോമാസുകളെ നമ്മൾ എന്ത് ചെയ്യും? ബയോമാസുകളിൽ നിന്ന് നമ്മൾ എനർജി അല്ലെങ്കിൽ ഫ്യൂവല് ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ഒരു ടെക്നിക്ക് ഉണ്ട്. 3 തരത്തിലുള്ള ടെക്നിക്കുകളുണ്ട്. ഒന്നാമത്തെ ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോ ഫയറിംഗ് ടെക്നിക്ക്. ഓക്കെ, ഒന്നാമത്തേത് കോ ഫയറിംഗ്. രണ്ടാമത്തെ ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈറോളിസിസ് ടെക്നിക്ക്. ഒന്നാമത്തേത് കോ ഫയറിംഗ് ടെക്നിക്ക്. എഴുതി വെക്കുക, ഞാനതിൽ ആരോ മാർക്കിട്ട് മെൻഷൻ ചെയ്തിട്ടില്ല, എഴുതി വെക്കുക. ഒന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോ ഫയറിംഗ് ടെക്നിക്ക്, രണ്ടാമത്തേത് പൈറോളിസിസ് ടെക്നിക്ക്, മൂന്നാമത്തേത് ഗ്യാസിഫിക്കേഷൻ ടെക്നിക്ക്. കോ ഫയറിംഗ്, പൈറോളിസിസ് ആൻഡ് ഗ്യാസിഫിക്കേഷൻ ടെക്നിക്ക്. ഓക്കെ, ഇതെങ്ങനെയാണ്? കോ ഫയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്?
കോ ഫയറിംഗ് എന്ന് പറഞ്ഞാൽ കത്തിച്ചുകൊണ്ടിരിക്കുന്നതിനൊപ്പം ഫയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫ്യൂവലിനൊപ്പം ഇത് കൂടിയിട്ട് അല്ലെങ്കിൽ ബയോമാസിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ കൂടിയിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. കോ ഫയറിംഗ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മളുടെ റെസിഡ്യൂസ്, അതായത് ഞാനൊരു കരിമ്പ് കർഷകനാണ്, മാത്യു കരിമ്പ് കൃഷി അസോസിയേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്. ഓക്കെ, അപ്പോൾ മാത്യു കരിമ്പ് കൃഷി നടത്തുന്ന ആളാണ് ഞാൻ. ഓക്കെ, കരിമ്പിൻ്റെ ബാക്കി അവശിഷ്ടങ്ങൾ വരുമല്ലോ, ഇത് ഞാനൊരു ഫാക്ടറിയിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഞാൻ സസ്റ്റൈനബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ആയിട്ട് എനർജി യൂസ് ചെയ്യണം എന്നുള്ള ഒരാളാണ്. എനിക്ക് കരിമ്പ് കർഷകനായിട്ടുള്ള എനിക്ക് ഒരു ഫാക്ടറി കൂടിയുണ്ട്. അവിടെ ഞാൻ നോർമലി ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൾ അല്ലെങ്കിൽ കൽക്കരി ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ എനർജി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഒരു കരിമ്പ് ജ്യൂസ് അടിക്കുന്ന ഒരു കടയുണ്ട്, അല്ലെങ്കിൽ കരിമ്പിനെ ജ്യൂസ് ആക്കി മാറ്റുന്ന ഒരു കടയുണ്ട്. അവിടെ ഞാൻ എന്താ ചെയ്യുന്നത്, എൻ്റെ റോ മെറ്റീരിയൽ അല്ലെങ്കിൽ എൻ്റെ ഫ്യൂവൽ എന്താണ്, കോളാണ്, കൽക്കരിയാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഈ കരിമ്പിൻ്റെ റെസിഡ്യൂസ് ആയിട്ടുള്ള ബയോമാസ് എടുത്തിട്ട് ഞാൻ ഒരു 200 to 300 ഡിഗ്രി സെൽഷ്യസിൽ ഇതിനെ ഓക്സിജൻ്റെ സഹായത്തോടുകൂടി കത്തിക്കുകയാണ്. ഒരു ചേംബറിൽ ഞാൻ ഓക്സിജൻ്റെ സഹായത്തോടുകൂടി കത്തിക്കുന്നു. ഓക്കെ, ഓക്സിജൻ്റെ സഹായത്തോടു കൂടിയിട്ട് നമ്മൾ 200 to 300 സെൽഷ്യസിൽ നമ്മൾ കത്തിച്ചു കഴിയുമ്പോൾ ഈ ബയോമാസ് അല്ലെങ്കിൽ ഞാനിട്ട കരിമ്പിൻ്റെ അവശിഷ്ടങ്ങൾ, കരിമ്പിൻ്റെ ബാക്കി വന്ന അവശിഷ്ടങ്ങൾ ഒരു കട്ടയായിട്ട് മാറും, അല്ലെങ്കിൽ അതിൻ്റെ സ്വാഭാവിക ഘടന മാറിയിട്ട് എന്തായിട്ട് ചേഞ്ച് ചെയ്യും, ഒരു കട്ടയായിട്ട് മാറും. അതിനെ ബ്രിക്വെറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്, ബ്രിക്വെറ്റ്സ് എന്നാണ് അതിനെ വിളിക്കുന്നത്. ഓക്കെ, ഈ ഒരു പ്രോസസ്സിനെ, അതായത് 200 to 300 ഡിഗ്രീസിൽ എന്ത് കത്തിക്കുന്നു, നമ്മളുടെ ബയോമാസിനെ കത്തിക്കുന്നു ഓക്സിജന്റെ സഹായത്തോട് കൂടിയിട്ട്. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ടൊറിഫാക്ഷൻ. ഓക്കെ, സോ ടൊറിഫാക്ഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. നമ്മൾ ഓക്സിജന്റെ സഹായത്തോട് കൂടിയിട്ട് ബയോമാസിനെ കത്തിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു നോർമൽ കെമിക്കൽ ഫോർമുല മാറുകയും അത് കട്ടിയുള്ളൊരു വസ്തുവായിട്ട് മാറുകയും ചെയ്യുന്നു. കോള് പോലെ, കൽക്കരി പോലെ കട്ടിയുള്ളൊരു വസ്തുവായിട്ട് മാറുന്നു. ഓക്കെ, ഈ കട്ടിയുള്ള വസ്തു നമ്മൾ എന്ത് ചെയ്യും, കൽക്കരി, എൻ്റെ ഫാക്ടറിയിൽ എന്താണ് ഞാൻ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത്, കൽക്കരി കത്തിച്ചിട്ടാണ്. ഈ കൽക്കരി 100 കിലോ കൽക്കരി കത്തിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, 80 കിലോ കൽക്കരി ആയിട്ട് കുറയ്ക്കുകയും 20 കിലോ ഈ ടൊറിഫാക്ഷൻ ടെക്നിക്കിലൂടെ ഞാൻ എടുത്ത നമ്മളുടെ ബ്രിക്വെറ്റ്സ്, ഇതിനെ ഉൽപ്പാദിപ്പിച്ച് കിട്ടുന്നതിന് പേരെന്താണ്, ബ്രിക്വെറ്റ്സ്. ഈ ബ്രിക്വെറ്റ്സ് യൂസ് ചെയ്യും. അതായത് 100 കിലോ ആയിരുന്നു ഞാൻ ആദ്യം കൽക്കരി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, അത് 20 കിലോ ആയിട്ട് 80 കിലോ ആയിട്ട് കൽക്കരി കുറയ്ക്കുകയും 20 കിലോ ഈ നമ്മളുടെ ടൊറിഫാക്ഷൻ ടെക്നിക്കിലൂടെ നടത്തിയ ബ്രിക്വെറ്റ്സിനെ യൂസ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഈ രണ്ട് സാധനങ്ങളും കോ ഫയർ ചെയ്യുകയാണ്, ഒരുമിച്ചിട്ട് കത്തിക്കുകയാണ്. അപ്പോൾ 100 കിലോ കൽക്കരി കത്തിക്കുന്നതിന് പകരം ഞാൻ സസ്റ്റൈനബിൾ ആയിട്ട് 80 കിലോ കരിക്കരി മാത്രമേ കത്തിച്ചുള്ളൂ. എൻ്റെ വേസ്റ്റിൽ നിന്ന് ഞാൻ 20 കിലോ എനർജി പ്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ ഒരു ടെക്നിക്കിനെയാണ് കോ ഫയറിംഗ് ടെക്നിക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ഇവിടെ മനസ്സിലാക്കാനായിട്ടുള്ള എക്കോളജിക്കൽ ആൻഡ് എൻവിറോൺമെന്റലി ഇമ്പോർട്ടൻറ്റ്, UPSC പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേം എന്താണ്, ഒന്ന് ടൊറിഫാക്ഷൻ ടെക്നിക്, ഓക്സിജന്റെ സഹായത്തോട് കൂടിയിട്ട് നമ്മൾ കത്തിക്കുന്നു. ദെൻ രണ്ടാമത്തെ കാര്യം എന്താണ്, രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബൈ പ്രൊഡക്ട്സ് എന്താണ്, ബ്രിക്വെറ്റ്സ് എന്ന് പറയുന്ന ചെറിയ ചെറിയ പെല്ലറ്റുകൾ ഉണ്ടല്ലോ. നമ്മൾ ഈ പശുവിനൊക്കെ ഭക്ഷണം കഴിക്കാനായിട്ടൊരു സാധനം കൊടുക്കില്ലേ, ഒരു പെല്ലറ്റ് പോലെ ഇരിക്കുന്ന സാധനങ്ങൾ, ഒരു കട്ടി, അതായത് പുല്ലും ന്യൂട്രിയൻസ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ പെല്ലറ്റുകളായിട്ട് അടിച്ച് ഇങ്ങനെ, അതിനെന്താ പറയുന്നത്, മലയാളത്തിലുള്ള പേര് ഞാൻ മറന്നു. സോ അതുപോലെ ഇരിക്കുന്ന പെല്ലറ്റുകളായിട്ട് മാറും. അത് ഈ കൽക്കരിയോടൊപ്പം കൂട്ടിയിട്ട് കത്തിക്കും. കണ്ടു കഴിഞ്ഞാൽ കൽക്കരിയാണെന്നേ തോന്നുകയുള്ളൂ. ഓക്കെ, സോ വേസ്റ്റിൽ നിന്ന് നമ്മൾ ആദ്യത്തെ രീതിയിൽ കോ ഫയറിംഗ് ടെക്നിക്കിലൂടെ നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്തു, നമ്മൾ എനർജി ക്രിയേറ്റ് ചെയ്തു. ദെൻ രണ്ടാമത്തെ ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈറോളിസിസ് ടെക്നിക്. എന്താണ് രണ്ടാമത്തെ ടെക്നിക്ക്, എന്താണ് പൈറോളിസിസ് ടെക്നിക്. പൈറോളിസിസ് ടെക്നിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജന്റെ സഹായമില്ലാതെ ഞാൻ എൻ്റെ ഫാക്ടറി, കരിമ്പ് ഫാക്ടറി, മാത്യൂസ് കരിമ്പ് ഫാക്ടറി, അവിടെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ കരിമ്പ് വെട്ടി വിറ്റതിന് ശേഷം ബാക്കി വരുന്ന റെസിഡ്യൂസ്, ബയോമാസ് നമ്മൾ എന്തിനു ഉൽപ്പാദിപ്പിച്ചു, നമ്മൾ ഫ്യൂവല്, എനർജിക്ക് വേണ്ടിയിട്ട് ഉൽപ്പാദിപ്പിക്കാനായിട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് വിഷൻ ചെയ്യുന്ന മാത്യു തീരുമാനിച്ചു. ഓക്കെ, സോ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഓക്സിജന്റെ സഹായമില്ലാതെ ഞാൻ ഇതിനെ ഹീറ്റ് ചെയ്യുകയാണ്, ഈ ബയോമാസിനെ ഹീറ്റ് ചെയ്യുകയാണ്. ഓക്കെ, സോ ഓക്സിജന്റെ സഹായമില്ലാതെ പൈറോളിസിസ് ഈസ് ദ ഹീറ്റിംഗ് ഓഫ് ഓർഗാനിക് മെറ്റീരിയൽ ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ, ടിപ്പിക്കലി കണ്ടക്റ്റഡ് എബവ് 500 ഡിഗ്രി സെൽഷ്യസ്. ഓക്സിജന്റെ സഹായമില്ലാതെ
ഞാൻ എന്ത് ചെയ്യുകയാണ്, ഞാൻ ഈ ഒരു പ്രൊഡക്റ്റിനെ കത്തിക്കുകയാണ് അല്ലെങ്കിൽ ഹീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ രണ്ട് പ്രൊഡക്റ്റുകൾ ഫോം ചെയ്യും. ഓക്കെ, ഓക്സിജന്റെ സഹായമില്ലാതെ ഒരു കെമിക്കൽ ചേഞ്ച് സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ബയോ ഗ്യാസ് എടുക്കുക. ബയോഗ്യാസ് ടെക്നിക്കൽ ബയോഗ്യാസിൽ എന്ത് ഗ്യാസ് ആണ് വരുന്നതെന്ന് ഞാൻ പറഞ്ഞേ. എന്ത് ഗ്യാസാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മീഥെയിൻ ആണ്. കാരണം ഓക്സിജൻ ഇല്ലാത്ത സമയത്ത് ഫോം ചെയ്യുന്ന, ഓക്സിജന്റെ അഭാവത്തിൽ ഫോം ചെയ്യുന്ന ഒരു ഗ്യാസാണ് ഈ മീഥെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ നമ്മളിവിടെ പൈറോളിസിസ് പ്രോസസ്സ് നടത്തുമ്പോൾ എന്ത് ഫോം ചെയ്യും? മീഥെയിൻ ഫോം ചെയ്യും, അല്ലെങ്കിൽ മീഥെയിൻ ഗ്യാസ് അല്ലെങ്കിൽ മീഥെയിൻ ഫ്യൂവൽ ഫോം ചെയ്യും. ഓക്കെ, സോ പൈറോളിസത്തിന്റെ ഒന്നാമത്തെ പ്രൊഡക്റ്റ് എന്താണ്? മീഥെയിൻ ആണ്. ഓക്കെ, മീഥെയിൻ ഫോം ചെയ്ത് കഴിയുമ്പോൾ അതിന് ബാക്കി വരുമല്ലോ. ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ബാക്കിയായിട്ട് ഒരു കാര്യവും കൂടി വരും. അതിനെയാണ് ബയോചാർ അല്ലെങ്കിൽ ബയോ ചാർക്കോൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഫോം ഈസ് ബയോമീഥെയിൻ. മീഥെയിൻ ഫോം ചെയ്യുകയാണ് ബയോമാസിൽ നിന്ന്. ഞാൻ കത്തിച്ചിട്ട് ഓക്സിജന്റെ സഹായമില്ലാതെ പൈറോളിസിസ് എന്ന് പറയുന്ന ടെക്നിക്ക് ഉപയോഗിച്ച് കത്തിച്ചിട്ട് ഫോം ചെയ്യുന്നത് എന്താണ്? ബയോമീഥെയിൻ ആണ്. ഓക്കെ, ദെൻ അത് രണ്ടാമത്തെ ബൈ പ്രൊഡക്റ്റ് എന്താണ്? ബയോചാർ ആണ്. ഓക്കെ, ഈ ബയോചാർ എന്ത് ചെയ്യും? ഈ ബയോചാർ നമ്മളുടെ ചെടികൾക്കൊക്കെ അല്ലെങ്കിൽ സോയിലിന്റെ pH മൂല്യം നിലനിർത്തുന്നതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ സോയിലിൽ ഇട്ട് കൊടുക്കും. ഓക്കെ, സോയിലിൽ നമ്മൾ ഇട്ട് കൊടുക്കും. ദെൻ ബാക്കിയുള്ള അഗ്രികൾച്ചർ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് യൂട്ടിലൈസ് ചെയ്യും. സോ നമ്മൾ രണ്ട് കാര്യങ്ങൾ ഈ പൈറോളിസിസ് ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടി. എന്തൊക്കെയാണ്? നമുക്ക് നമ്മളുടെ പ്രൊഡക്റ്റ് ഓടിക്കാനായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഫാക്ടറി ഓടിക്കാനായിട്ടുള്ള ഇന്ധനം കിട്ടി, ബയോ മീഥെയിൻ കിട്ടി അല്ലെങ്കിൽ മീഥെയിൻ കിട്ടി നമുക്ക്. ദെൻ നമുക്ക് നമ്മളുടെ കൃഷിയിടത്തിലേക്കുള്ള എന്തും കിട്ടി? ബയോചാർ അല്ലെങ്കിൽ ബയോ ചാർക്കോൾ കിട്ടി. ഈ ബയോചാർ വേണമെങ്കിൽ നമുക്ക് കൽക്കരിക്ക് പകരമായിട്ട് വേണമെങ്കിൽ കത്തിക്കാം. പക്ഷേ അത് അത്ര കമ്പസ്റ്റബിൾ ആയിട്ടുള്ള കാര്യമല്ല. ബാക്കിയുള്ള കാര്യങ്ങൾക്കാണ് അത് കുറച്ചും കൂടി പ്രൊമിനൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ മണ്ണിന്റെ pH ഘടനയെ നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ട് വളമായിട്ട്, ദെൻ ഇതിന് ഹൈ വാട്ടർ റിറ്റൻഷൻ റേറ്റ് ആണ്. അതായത് വെള്ളം പിടിച്ചു വെക്കാനായിട്ട് സ്പോഞ്ച് പോലെ ഇതിൽ വെള്ളം സൂക്ഷിച്ചു വെക്കും. ദെൻ അത് നമ്മളുടെ ചെടിക്കൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വെള്ളമില്ലാത്ത സമയത്ത്, അതായത് വാട്ടർ ലഭ്യമല്ലാത്ത സമയത്ത് ഇതിൽ വെള്ളം നിലനിർത്താനായിട്ട് സഹായകമാകും. ചെടിയുടെ താഴെയുള്ള പാട്ടുകളിലൊക്കെ വെള്ളം നിലനിർത്താനായിട്ട് സഹായമാകും. സോ ബയോചാർ ഇസ് എ ബൈ പ്രൊഡക്റ്റ്. നമുക്ക് രണ്ട് യൂസുകളുണ്ട്. എന്തായിട്ട് യൂസ് ചെയ്യാം? ഫ്യൂവലായിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മണ്ണിന്, കർഷകർക്ക് മണ്ണിന് എന്തായിട്ട് യൂസ് ചെയ്യാം? വളമായിട്ടും അല്ലെങ്കിൽ വാട്ടർ റിറ്റൻഷൻസിന് വേണ്ടിയിട്ടും pH വാല്യൂ ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ വേസ്റ്റായി കിടന്ന ബയോമാസിൽ നിന്ന് നമ്മൾ പൈറോളിസിസ് എന്ന് പറയുന്ന ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ രണ്ട് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്തു. ബയോചാർ ഇസ് എ ഹൈ കാർബൺ ഫൈൻ ഗ്രെയിൻഡ് റെസിഡ്യൂ പ്രൊഡ്യൂസ്ഡ് ഫ്രം മോഡേൺ പൈറോളിസിസ് പ്രോസസ്. ഓക്കെ, സോ ഈ ഒരു കാര്യം എനിക്ക് തോന്നുന്നു ഈ ഒരു ന്യൂസിൽ എഴുതിയിട്ടില്ല. എന്താണ് ബയോചാർ എന്ന് പറയുമ്പോൾ പൈറോളിസിസ് പ്രോസസ്സിനെ കുറിച്ചിട്ടൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ന്യൂസിൽ എഴുതിയിട്ടില്ല. അപ്പോൾ പൈറോളിസിസ് പ്രോസസ്സ് എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചല്ലോ. ദ ഡയറക്റ്റ് തെർമൽ ഡീകമ്പോസിഷൻ ഓഫ് ബയോമാസ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ. ഓക്സിജൻ ഇല്ലാത്ത സമയത്ത് ഡീകമ്പോസിഷൻ നടത്തുന്ന തെർമൽ പ്രോസസ്സിനെ എന്താ വിളിക്കുന്നത്? പൈറോളിസിസ് എന്നാണ് വിളിക്കുന്നത്. രണ്ട് കാര്യങ്ങൾ ഫോം ചെയ്യും. ഒന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോ മീഥെയിൻ അല്ലെങ്കിൽ മീഥെയിൻ ഓയിൽ ഫ്യൂവൽ. ദെൻ രണ്ടാമത് ബയോചാർ. ഓക്കെ, സോ ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ ഫോം ചെയ്യും. ദെൻ മൂന്നാമത്തെ ടെക്നിക്ക് എന്താണ്? മൂന്നാമത്തെ ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസിഫിക്കേഷൻ. അതായത് ഓക്സിജന്റെ സഹായത്തോടു കൂടി, അതായത് കോ ഫയറിംഗ് നടത്തുമ്പോൾ നമ്മൾ ഈ ടൊറിഫാക്ഷൻ എന്ന് പറഞ്ഞല്ലോ. ടൊറിഫാക്ഷൻ ആ കട്ടയായിട്ട് ഫോം ചെയ്യാനായിട്ടുള്ള പ്രോസസ്സിനെയാണ് ടൊറിഫാക്ഷൻ എന്ന് പറയുന്നത്. ദെൻ വീണ്ടും നമ്മൾ അതിനെ ഗ്യാസിഫൈ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കത്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് അതിൽ നിന്ന് ഓയിൽ കിട്ടും അല്ലെങ്കിൽ ഗ്യാസുകൾ ഫോം ചെയ്യും. അതിനെയാണ് സിൻ ഗ്യാസ് എന്ന് പറയുന്നത്. ഓക്കെ, നോർമൽ ഗ്യാസ്, അതായത് സിൻ ഗ്യാസ് ഫോം ചെയ്യും. അതിനെയാണ് ഈ ഗ്യാസിഫിക്കേഷൻ ടെക്നോളജി. പെർട്ടിക്കുലർലി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു മറ്റൊരു ഫോം തന്നെയാണ്. നമ്മളുടെ ഈ കോ ഫയറിംഗ് കത്തിക്കുമ്പോൾ ടൊറിഫാക്ഷൻ നടത്തുന്നതിന് പകരം ഗ്യാസ് ഫോം ചെയ്യും. അതിനെ നമ്മൾ എന്ത് പറയുന്നത്? ഗ്യാസിഫിക്കേഷൻ ടെക്നോളജി എന്ന് പറയും. സോ മൂന്ന് ടെക്നോളജി പഠിച്ചല്ലോ. ഒന്ന് കോ ഫയറിംഗ് ടെക്നോളജി, പൈറോളിസിസ് പ്രോസസ് ആൻഡ് ഗ്യാസിഫിക്കേഷൻ. ഗ്യാസിഫിക്കേഷനിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഗ്യാസിഫിക്കേഷനിൽ നിന്ന് നമുക്ക് സിൻ ഗ്യാസ് കിട്ടും. ഓക്കെ, അതും നമ്മൾ ഫ്യൂവലായിട്ട് യൂസ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? കാർബൺ മോണോക്സൈഡ്, ഹൈഡ്രജൻ, ദെൻ മീഥെയിൻ അതിലും അടങ്ങും, കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫ്യൂവലായിട്ട് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ സിൻ ഗ്യാസ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യും.
മനസ്സിലായോ? സോ വേസ്റ്റായി കിടന്ന് കളയേണ്ട ഈ ബയോഗ്യാസിനെ അല്ലെങ്കിൽ ബയോമാസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫ്യൂവലായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു. സോ നമ്മളുടെ നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള യൂസസിന് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന രീതിയിൽ ഇതിനെല്ലാം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ബയോചാറിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായല്ലോ. ദെൻ ഈ നാച്ചുറൽ കാർബൺ സൈക്കിൾ, ഇതൊരു കാർബൺ സീക്വസ്ട്രേസ് ചെയ്യുന്ന ഒരു സാധനമാണ്. നാച്ചുറൽ കാർബൺ സൈക്കിളിന് വേണ്ടിയിട്ട് പരിപാലിക്കുന്നതിന് വേണ്ടിയിട്ട്, മണ്ണിൽ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ അറ്റ്മോസ്ഫിയറിലേക്ക് വിടാതെ ഈ ബയോചാറുകൾ സംരക്ഷിക്കും. ബയോചാർ പ്രൊഡക്ഷനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ദെൻ സോയിലിന് വേണ്ടിയിട്ടുള്ള ബെനിഫിറ്റ് പറഞ്ഞു. അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യിക്കാനായിട്ട്, സോയിൽ അമെൻഡ്മെൻറ്റ്, അതായത് നമ്മളുടെ pH വാല്യൂസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, വാട്ടർ റിറ്റൻഷന് വേണ്ടിയിട്ടെല്ലാം ഈ ബയോചാർ യൂട്ടിലൈസ് ചെയ്യും. ഓക്കെ ആണല്ലോ ബയോചാർ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസ്കഷൻ. അപ്പോൾ 3 മെത്തേഡ്. ഒന്ന് കോ ഫയറിങ്, ഒരുമിച്ചിട്ട് കത്തിക്കുന്നു. ടൊറിഫാക്ഷൻ വിട്ടുപോകരുത്. ദെൻ വേറെ എന്താണ്? ബ്രിക്വെറ്റ്സ് ഫോം ചെയ്യും. ആ ബ്രിക്വെറ്റ്സ് ആണ് കോ ഫയറിങ്ങിൽ ഒരുമിച്ചിട്ട് ചാർക്കോളിനോടൊപ്പം ഒക്കെ കത്തിക്കുന്നത്. ദെൻ വേറെ വരുന്നത് പൈറോളിസിസ് എന്ന് പറയുന്ന ടെക്നിക്കാണ്. ആബ്സെൻസ് ഓഫ് ഓക്സിജൻ. ഇപ്പോൾ ഓക്സിജൻ ഇല്ലെങ്കിൽ അവിടെ ഫോം ചെയ്യുന്ന കാര്യം എന്താണ്? മീതെയിൻ ഗ്യാസ് ആയിരിക്കും, അല്ലെങ്കിൽ മീതെയിൻ ഫ്യൂവൽ ആയിരിക്കും. ദെൻ അതിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ബയോചാർ കൂടിയിട്ട് ഫോം ചെയ്യും. ഓക്കെ, ദെൻ ഇത്രയും ക്ലിയർ ആയല്ലോ, ഈ ഒരു പ്രോസസ്സ് ക്ലിയർ ആയല്ലോ. അപ്പോൾ ഈ 2019 ചോദിച്ചൊരു ചോദ്യം നിങ്ങൾക്ക് ഉത്തരവ് എഴുതാൻ പറ്റുമോ? പൈറോളിസിസ് ആൻഡ് പ്ലാസ്മ ഗ്യാസിഫിക്കേഷൻസ് എന്തുമായി ബന്ധപ്പെട്ട പ്രോസസ്സാണ്? റെയർ എർത്തുകൾ എക്സ്ട്രാക്ട് ചെയ്യാനായിട്ടുള്ള പ്രോസസ്സാണോ? അല്ലെങ്കിൽ നാച്ചുറൽ ഗ്യാസുകൾ എക്സ്ട്രാക്ട് ചെയ്യാനായിട്ടുള്ള പ്രോസസ്സാണോ? ഹൈഡ്രജൻ ഫ്യൂവൽ ബേസ്ഡ് ഓട്ടോമൊബൈൽസിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും പ്രോസസ്സാണോ? അല്ല. വേസ്റ്റ് ടു എനർജി ടെക്നോളജീസ്. ഓക്കെ, വേസ്റ്റ് ടു എനർജി ടെക്നോളജീസ്. സിമ്പിൾ അല്ലേ? UPSC സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ ചോദിക്കുന്നത്? സിമ്പിളേ ചോദിക്കുന്നുള്ളൂ. പൈറോളിസിസ് എന്ന് പറയുന്ന ഒരു കാര്യം കേട്ടിട്ടുണ്ടെങ്കിൽ, പൈറോളിസിസ് ആൻഡ് പ്ലാസ്മ ഗ്യാസിഫിക്കേഷൻ ഒരു മറ്റൊരു ഫോമാണ് പ്ലാസ്മ ഗ്യാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഈ 2 പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓപ്ഷൻ ഡിയിലേക്ക് ഒരു 10 സെക്കൻഡിൽ അല്ലെങ്കിൽ ഒരു 15 സെക്കൻഡിൽ നമുക്ക് ചോദ്യം വായിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ആൻസർ ചെയ്തുകൂടെ? 2 മാർക്ക് കിട്ടിയോ? സിമ്പിളായിട്ട് നമുക്കിത് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. സോ ഇങ്ങനെയുള്ളൊരു ചോദ്യം എല്ലാ വർഷവും ഈ എമർജിങ് ടെക്നോളജി ഭാഗത്ത് നിന്ന് വരാറുണ്ട്. ഓക്കെ, സോ അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കി പോവാം. സോ ഹൈ റിവാർഡിങ് ഏരിയാസ് ആണത്. ദെൻ നെക്സ്റ്റ് ഡിസ്കഷൻ ഈസ് റിലേറ്റഡ് ടു റെഡ് ഇയേർഡ് സ്ലൈഡർ ടർട്ടിൽ. അതായത് നമ്മളുടെ ന്യൂസ് പേപ്പറിൽ ഒരു ഫോട്ടോ വന്നിട്ടുണ്ടായിരുന്നു. റെഡ് ഇയേർഡ് സ്ലൈഡർ ടർട്ടിലിനെ കുറിച്ചിട്ട് നമ്മളുടെ സ്റ്റേറ്റ് പേജിലാണെന്ന് തോന്നുന്നു ഒരു ഫോട്ടോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ റെഡ് ഇയേർഡ് സ്ലൈഡർ ടർട്ടിലുകളെ കുറിച്ചിട്ട് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കണം. ഇത് പെർട്ടിക്കുലർലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ത്രെട്ടൻഡ് ആയിട്ടുള്ളൊരു സ്പീഷീസ് ഒന്നുമല്ല. ഇന്ത്യയിൽ ഇൻവേസീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ പുറത്തു നിന്ന് ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള ഒരു സ്പീഷീസ് ആണ് ഈ റെഡ് ഇയേർഡ്. ചെവിയുടെ ഭാഗത്ത് ഒരു ചുമന്ന വര കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, ഇതിനെയാണ് റെഡ് ഇയേർഡ് സ്ലൈഡർ ടർട്ടിൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു ചോദ്യം, ഈ ഒരു 2019 തന്നെ ചോദിച്ചിട്ടുള്ള ഈ ഒരു ചോദ്യം നിങ്ങളൊന്ന് നോക്കിയേ. സം സ്പീഷീസ് ഓഫ് ടർട്ടിൽസ് ആർ ഹെർബിവേറേഴ്സ്. ചില സ്പീഷീസ് ടർട്ടിൽ ഹെർബിവേറേഴ്സ് ആണ്. ദെൻ സം സ്പീഷീസ് ഓഫ് ഫിഷ് ആർ ഹെർബിവേറേഴ്സ്. ചില ഫിഷുകൾ പച്ചക്കറി മാത്രമേ കഴിക്കുകയുള്ളൂ. ദെൻ സം സ്പീഷീസ് ഓഫ് മറൈൻ മാമൽസ് ആർ ഹെർബിവേറേഴ്സ്. ആണോ? സോ സം സ്പീഷീസ് ഓഫ് സ്നേക്സ് ആർ വിവിപാരസ്. സം സ്പീഷീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നമുക്ക് ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? സം സ്പീഷീസ് എന്ന് പറയുമ്പോൾ ടർട്ടിലുകളെ എല്ലാം എടുത്തിട്ട്, അതിൽ ലോകത്തുള്ള ടർട്ടിലുകളുടെ എല്ലാ എണ്ണം എടുത്തിട്ട് അതിൽ എത്ര ഹെർബിവേറസ്, എത്ര ഓംനിവേറസ്, എത്ര കാർണിവേറസ് എന്നുള്ളത് നിങ്ങൾ പഠിക്കൂ? ഇല്ല. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, നാഷണൽ പാർക്ക്, ഏതെങ്കിലും ഒരു നാഷണൽ പാർക്ക് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാ നാഷണൽ പാർക്കുകളും ഒരു ടേബിൾ വരച്ചിട്ട് സംസ്ഥാനങ്ങൾ ഇത് നമ്മൾ കാണാപ്പാഠം പഠിച്ചു വെക്കും. നാഷണൽ പാർക്കിൻ്റെ കാര്യത്തിൽ ചിലപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞാൽ വല്ല ഗുണമുണ്ടെന്ന് വിചാരിക്കാം. പക്ഷേ എല്ലാ സ്പീഷീസുകളെയും നമ്മളൊരു ടേബിളിൽ വരച്ച് പഠിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് UPSCയിൽ ടർട്ടിലുകളെയും ഫിഷസുകളെയും പഠിക്കാൻ മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. ഇതെല്ലാം ലോജിക്ക് വെച്ചിട്ട് ആൻസർ ചെയ്യേണ്ട ക്വസ്റ്റ്യനുകളാണ്. നിങ്ങൾക്ക് എല്ലാവരും ഇത് ആൻസർ ചെയ്തിട്ടുണ്ടാവും, മനസ്സിലാവും, എനിക്കറിയാം. സം സ്പീഷീസ് എന്ന് ചോദിക്കുമ്പോൾ ഏതെങ്കിലും സ്പീഷീസ് ഹെർബിവേറസ് ആവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ചില ഫിഷുകൾ ഹെർബിവേറസ് ആവാനായിട്ടുള്ള സാധ്യതകളില്ലേ? മറൈൻ മാമൽസ് ഹെർബിവേറസ് ആവാനായിട്ടുള്ള സാധ്യതകളില്ലേ? സ്നേക്ക് വിവിപാരസ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ നമുക്ക് നമ്മളുടെ ലോജിക്ക് ഉപയോഗിച്ച് ആൻസർ 1, 2, 3 and 4 നമുക്ക് പോകാനായിട്ട് പറ്റില്ലേ? തീർച്ചയായിട്ടും നമുക്ക് പോകാനായിട്ട് പറ്റും. സോ ഇതിനെല്ലാം നമ്മളുടെ ലോജിക്ക്, നമ്മളുടെ മൈൻഡ് ഓഫ് പ്രസൻസ് ഓഫ് മൈൻഡാണ് നമ്മളിവിടെ ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ ചെക്ക് ചെയ്യേണ്ടത്.
2024 ഒരു ചോദ്യം ഉണ്ടായിരുന്നു ഈ മഷ്റൂമിനെ കുറിച്ചിട്ട്. ചില മഷ്റൂമുകൾ നമ്മളുടെ ഇതായിട്ട് യൂസ് ചെയ്യും, എന്താണ് മെഡിക്കൽ പർപ്പസസിന് യൂസ് ചെയ്യും. ചില സൈക്കോട്രോപിക് സബ്സ്റ്റൻസുകളുള്ള മഷ്റൂമുകളുണ്ട്. അപ്പോൾ മഷ്റൂമുകൾ എന്തൊക്കെയാണെന്ന് തരംതിരിച്ചറിയേണ്ട കാര്യമൊന്നുമില്ല. ആ ചോദ്യത്തിൽ നിന്നും നമുക്ക് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഒരു ബൗൺസർ ക്വസ്റ്റ്യനുകളാണ്, എന്തായാലും ആൻസർ ചെയ്ത് പോകേണ്ട ക്വസ്റ്റ്യനുകളാണ്. ഓക്കെ, സോ നമുക്ക് നമ്മുടെ റെഡ് ഇയേർഡ് സ്ലൈഡേഴ്സിലേക്ക് തിരിച്ചു വരാം. റെഡ് ഇയേർഡ് സ്ലൈഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻവേസീവ് ഏലിയൻ സ്പീഷീസ് ആണ്, പുറത്തു നിന്ന് വന്നിട്ടുള്ള സ്പീഷീസുകളാണ്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? അതൊരു ഇന്ത്യ ഒരു ഇൻവേസീവ് ഏലിയൻ സ്പീഷീസ് ആയിട്ട് അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളുടെ നാച്ചുറൽ ഫ്യൂണയ്ക്കും നാച്ചുറൽ ഹാബിറ്റാറ്റ്സിനും ത്രെട്ട് ചെയ്യുന്ന സ്പീഷീസുകളിൽ ഒന്നാണ് ഈ റെഡ് ഇയേർഡ് സ്ലൈഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് IUCN സ്റ്റാൻഡേർഡ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലീസ്റ്റ് കൺസേൺ ആയിട്ടുള്ള, ലോകത്തിൽ ലീസ്റ്റ് കൺസേൺ ആയിട്ട് അത്ര വലിയ കൺസേണുകളൊന്നും ഇല്ലാത്ത കാര്യമാണ്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എന്താ പ്രോബ്ലം? ഇത് പുറത്തുനിന്ന് ഇന്ത്യയിലേക്ക് വരികയും നോർമൽ ഇതൊരു അക്വേറിയത്തിലേക്ക് ഇട്ട് വളർത്തുന്ന ഒരു പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഒരു ടേർട്ടിലാണ്, അല്ലെങ്കിൽ ആമയാണ് ഈ റെഡ് ഇയേർഡ് സ്ലൈഡേഴ്സ്. ഭയങ്കര ഭംഗിയാണ്, ഇത് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർ ഇതിനെ തുറന്ന് നമ്മളുടെ വെള്ളത്തിലേക്ക്, ജലാശയങ്ങളിലേക്ക് വിടുകയും ഇത് അവിടെ പെറ്റുപെരുകയും ചെയ്യും. സോ പെറ്റുപെരുകി കഴിഞ്ഞാൽ എന്താ പറ്റുക? ഈ ഒരു റെഡ് ഇയേർഡ് സ്ലൈഡേഴ്സിനെ കഴിക്കാനായിട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ക്രമാതീതമായിട്ടുള്ള വർധന തടയുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ അതിന് ഫുഡ് ചെയിനായിട്ട് അതിനെ കഴിക്കുന്ന ഒരു സ്പീഷീസ് ഇല്ല. ഓക്കെ, അപ്പം എന്താ സംഭവിക്കുക? അപ്പോൾ നമുക്ക് ഈ ഇൻവേസീവ് ഏലിയൻ സ്പീഷീസ്, ഞാൻ കുറച്ച് നേരമായിട്ട് ഈ ഇൻവേസീവ് ഏലിയൻ സ്പീഷീസ് IAS എന്നൊക്കെ കുറച്ച് നേരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ ഇൻവേസീവ് ഏലിയൻ സ്പീഷീസ് എന്താണെന്ന് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. ഓക്കെ, സോ ഇത് എക്കോളജി ആൻഡ് എൻവിറോൺമെൻറ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഈ ഇൻവേസീവ് ഏലിയൻ സ്പീഷീസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്താണ് ഈ ഇൻവേസീവ് ഏലിയൻ സ്പീഷീസ്? ഇൻവേസീവ് ഏലിയൻ സ്പീഷീസ് ആർ നോൺ നേറ്റീവ് ഓർഗാനിസംസ്. അതായത് നമ്മളുടെ നേറ്റീവ് എൻവിറോൺമെൻറ്റിൽ കണ്ട് വരാത്ത ഓർഗാനിസംസ് ആണ്. ഇൻട്രൊഡ്യൂസ്ഡ് ഔട്ട്സൈഡ് ദെയർ നാച്ചുറൽ ഹാബിറ്റ്, പോസിങ് എക്കോണമിക്, എൻവിറോൺമെൻറ്റൽ ആൻഡ് ഹെൽത്ത് റിസ്ക്. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ ഈ മഴക്കാലത്ത് കണ്ടുവരുന്ന ഒരു ജീവിയുടെ പേര് പറഞ്ഞേ. നമ്മളുടെ വീടുകളിലൊക്കെ ഇപ്പോൾ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു ജീവിയാണ് ആഫ്രിക്കൻ ഒച്ച്, ആഫ്രിക്കൻ സ്നെയിൽ. അതൊരു ഇൻവേസീവ് ഏലിയൻ സ്പീഷീസ് ആണ്. ദെൻ നമ്മളുടെ ഈ കടലിൽ, നിങ്ങളുടെ വീടിൻ്റെയൊക്കെ അടുത്ത് കടലാണെങ്കിൽ കടലിലൂടെ ഒരു സസ്യം ഇങ്ങനെ ഒഴുകി നടക്കാറുണ്ടല്ലോ, കുറച്ച് കൂട്ടമായിട്ടുള്ള സസ്യങ്ങൾ. അതൊരു ഇൻവേസീവ് ഏലിയൻ സ്പീഷീസ് ആണ്. ദെൻ നമുക്ക് നിയർ ആയിട്ട് അറിയാൻ പറ്റും, നമ്മളിപ്പോൾ റെഡ് ഇയേർഡ് സ്ലൈഡർ ടർട്ടിലുകളെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചു. അതൊരു ഇൻവേസീവ് ഏലിയൻ സ്പീഷീസ് ആണ്. ഇത് എന്ത് ക്രിയേറ്റ് ചെയ്യും? എക്കോണമിക്, എൻവിറോൺമെൻറ്റൽ, ഹെൽത്ത് റിസ്ക്. ദെൻ തിലോപ്പിയ, നമ്മളുടെ പിലോപ്പി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് ഒരു ഇൻവേസീവ് ഏലിയൻ സ്പീഷീസ് ആണ്, തിലോപ്പിയ. ദെൻ അടുത്തത് എന്താണ്? ആഫ്രിക്കൻ ക്യാറ്റ് ഫിഷ്. ക്യാറ്റ് ഫിഷ് കേട്ടിട്ടുണ്ടോ നമ്മൾ? അക്വേറിയത്തിലേക്ക് ഇടുന്ന ആഫ്രിക്കൻ ക്യാറ്റ് ഫിഷ്. ദെൻ വേറെ എന്താണ്? റെഡ് ബെല്ലീഡ് പിരാന. ഇങ്ങനെയുള്ളതെല്ലാം ഇൻവേസീവ് ഏലിയൻ സ്പീഷീസ് ആണ്. എന്താണ് ഇൻവേസീവ് ഏലിയൻ സ്പീഷീസ്? അതായത് നമ്മുടെ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ കണ്ടുവരുന്നില്ല, പുറത്തുനിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. പുറത്തുനിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനെ എക്സോട്ടിക് സ്പീഷീസ് നമ്മൾ വിളിക്കാറുണ്ട്. പക്ഷേ ഇത് ഇൻവേസീവ് ഏലിയൻ സ്പീഷീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൂടി ക്രിയേറ്റ് ചെയ്യണം? നമ്മളുടെ നാച്ചുറൽ ഹാബിറ്റാറ്റിന് ത്രെട്ട് ക്രിയേറ്റ് ചെയ്യണം. നാച്ചുറൽ ഹാബിറ്റാറ്റിന് ത്രെട്ട് ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെയുള്ള സ്പീഷീസ് ആണ് ഇൻവേസീവ് ഏലിയൻ സ്പീഷീസ് എന്ന് പറയുന്നത്. ഇത് പെറ്റുപെരുകയാണ്, അതിനൊരു ടോപ്പ് മോസ്റ്റ് സ്പീഷീസ് ഇല്ല, അതിനെ തിന്നാനായിട്ട് ഒരു ഫുഡ് ചെയിൻ സിസ്റ്റത്തിൽ ഒരു സ്പീഷീസ് ഇല്ല. ഇതിങ്ങനെ പെറ്റുപെരുകയും നമ്മളുടെ നാച്ചുറൽ ഹാബിറ്റാറ്റിനെ തകർക്കുകയും ചെയ്യുന്നു. ഓക്കെ, കേരളത്തിലെ റിലേറ്റഡ് ആയിട്ട് 1-2 ചെടികളുണ്ട്, 1-2 നാച്ചുറൽ വെജിറ്റേഷനുകൾ ഈ ഇൻവേസീവ് ഏലിയൻ സ്പീഷീസിൻ്റെ എക്സാമ്പിൾ ആയിട്ടുണ്ട്. അതിലൊന്നാണ് ഈ മഞ്ഞക്കൊന്ന എന്ന് പറയും, സെന്ന സ്പെക്ടാബിലസ് അല്ലെങ്കിൽ സെന്ന സ്പെക്ടാബിലിയ എന്ന് പറയുന്ന മഞ്ഞക്കൊന്ന എന്ന് പറയുന്നൊരു സ്പീഷീസ് ഉണ്ട്. കേരളത്തിലെ കാടുകളിൽ അധികമായിട്ട് പടർന്ന് പന്തലിക്കുന്ന ഒരു പ്രോബ്ലമാണ് ഈ സെന്ന എന്ന് പറയുന്നത്. ഹ്യൂജ് ഇമ്പാക്റ്റ് ആണ് ഇത് നമ്മളുടെ എൻവിറോൺമെൻറ്റിലും ഫോറസ്റ്റിലും ക്രിയേറ്റ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെന്നയെ ആരും കഴിക്കില്ല, സെന്ന സ്പെക്ടാബിലിയെ ആരും
കഴിക്കില്ല, ഒരു ജീവിയും ഇതിനെ കഴിക്കില്ല. ഓക്കെ, അത് മുറിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അവിടെ നിന്ന് മുളച്ചു വരികയും ആ തണ്ടിൽ നിന്നും വേരിൽ നിന്നും മുളച്ചു വരികയും അത് പടർന്നിങ്ങനെ കാട് നിറയെ പന്തലിക്കുകയും ചെയ്യുന്നു. സോ അവിടെയുള്ള നാച്ചുറൽ ഹാബിറ്റാറ്റ്സ് ആയിട്ടുള്ള നാച്ചുറൽ വെജിറ്റേഷന് അത് പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ എന്താണ്, അതൊരു അരിഡിറ്റിയിലേക്ക് കൊണ്ടുപോകുന്നു. കാരണം മറ്റ് ഇപ്പോൾ മൃഗങ്ങൾ കഴിക്കുന്ന ചെടികൾ അവിടെ പടർന്ന് പന്തലിക്കാതെ ആവുകയും ചെയ്യുന്നു. ദെൻ ഈ ഒരു പൂവ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ ഒരു പൂവ് ലന്താന കമാര എന്നാണ് ഈ ഒരു പൂവിൻ്റെ പേര്. നമ്മളുടെ നാട്ടിലൊക്കെ ഈ കൊങ്ങിണിപ്പൂവ് എന്ന് പറയുന്നത്, അതായത് കൊങ്ങിണികളായിട്ടുള്ള സ്ത്രീകൾ അവരുടെ തലമുടിയിലും ദെൻ പൂജാകർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പൂവാണെന്ന് തോന്നുന്നു. സോ അതിനെ കൊങ്ങിണിപ്പൂ എന്നൊക്കെയാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ വിളിക്കുന്നത്. സോ ലന്താന കമാര എന്നുള്ളതാണ് ഈ ഒരു പൂവിൻ്റെ ശാസ്ത്രീയ നാമം. സോ ഇങ്ങനെയുള്ള ചെടികളെല്ലാം എന്താണ്, ഇൻവേസീവ് ഏലിയൻ സ്പീഷീസുകളാണ്. ഓക്കെ, സോ നമ്മൾ റെഡ് ഇയേർഡ് സ്ലൈഡേഴ്സ് ടർട്ടിൽസിനെ കുറിച്ചിട്ട് പറഞ്ഞു. ദെൻ ലന്താന കമാര, സെന്നയെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു, സെന്ന സ്പെക്ടാബിലിസ്. ദെൻ വേറെ എന്താണ് നമ്മൾ പറഞ്ഞത്? ദെൻ ആഫ്രിക്കൻ കാറ്റ് ഫിഷ്, ആഫ്രിക്കൻ സ്നെയിൽ. നമുക്ക് റിയൽ എക്സാമ്പിളുകൾ ഉണ്ട് നമ്മളുടെ മുന്നിൽ, ആഫ്രിക്കൻ സ്നെയിലുകൾ. ദെൻ റെഡ് ബെല്ലീഡ് പിരാന, ദെൻ നൈൽ തിലാപ്പിയ. സോ ഓരോ കാലഘട്ടങ്ങളിലും ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സ്പീഷീസിനെ കുറിച്ചിട്ട് വാർത്തയിൽ വരും. ആ വാർത്തയിൽ വന്ന സ്പീഷീസുകളെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇന്ന് വാർത്തയിൽ വന്നത് ഏതാണ്? റെഡ് ഇയേർഡ് സ്ലൈഡർ ടർട്ടിൽസിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, സോ ഇൻവേസീവ് ഏലിയൻ സ്പീഷീസ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായല്ലോ. എക്കോളജി ആൻഡ് എൻവിറോൺമെന്റ് പാർട്ടിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് ഈ ഇൻവേസീവ് ഏലിയൻ സ്പീഷീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ രണ്ട് പേരുകൾ നിങ്ങൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ മെയിൻസ് ഒക്കെ എഴുതാനായിട്ട് പോകുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ഈ സെന്നയെ കുറിച്ചിട്ട്, അതായത് കേരള എൻവിറോൺമെന്റിനെ തകർക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഏതാണെന്നൊക്കെ ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഡീഫോറസ്റ്റേഷൻ, പിന്നെ എന്താണ് വനനശീകരണം, പുഴയുടെ ഒഴുക്കിനെ കാര്യമായിട്ട് ബാധിക്കുന്നു എന്നുള്ളതൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞിട്ട് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എഡ്ജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് മാർക്ക് കിട്ടാനായിട്ട് എഴുതേണ്ട ഒരു കാര്യമാണ് ഈ സെന്ന. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളതിന്റെ ദീർഘമായിട്ടുള്ള ചർച്ചയിലിരിക്കുകയാണ് ഈ സെന്ന സ്പെക്ടാബിലിസ്. നമ്മളുടെ ട്രൂ കോപ്പി തിങ്ക് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട്. അതിൽ ഡീറ്റെയിൽ ആ ഒരു ന്യൂസ് ചാനൽ മാത്രമാണ് ഇങ്ങനെയുള്ള ഒരു ന്യൂസിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചർച്ചകളൊക്കെ നടത്തിയത്. ഓക്കെ, സോ പ്രമുഖ മാധ്യമങ്ങളൊന്നും ഇത്രയും വലിയ ചർച്ചകളൊന്നും എന്തായിട്ട് നടത്തിയിട്ടില്ല ഈ ഇൻവേസീവ് ഏലിയൻ സ്പീഷീസിനെ റിലേറ്റഡ് ആയിട്ട്. എൻവിറോൺമെന്റൽ ഡിസ്ട്രക്ഷൻ ആണ്, ദെൻ എക്കോളജിക്കും പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്പീഷീസ് ആണ്. സോ ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പീഷീസ് ആണ് ഈ സെന്ന എന്ന് പറയുന്നത്. ദെൻ ഇതിന്റെ പേരെന്താണ്? ലന്താന കമാര. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ടൈപ്പ് ചെയ്ത് നോക്കുക, ഇൻവേസീവ് ഏലിയൻ സ്പീഷീസ്. ഒരുപാട് സ്പീഷീസുകൾ ഉണ്ട്. അപ്പോൾ ന്യൂസിൽ വരുന്നതിനെ നമ്മൾ പിക്ക് ചെയ്ത് പഠിക്കും. ഓക്കെ ആണോ? ലന്താന കമാര, ദെൻ സെന്ന സ്പെക്ടാബിലിസ്, മഞ്ഞക്കൊന്ന എന്നറിയപ്പെടും. നമ്മളുടെ റോഡ് സൈഡുകളിലൊക്കെ സൗന്ദര്യവർദ്ധനത്തിനൊക്കെ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള സ്പീഷീസ് ആണ്. ചില വീടുകളിലൊക്കെ ഈ സൗന്ദര്യവർദ്ധന അല്ലെങ്കിൽ മോടി കൂട്ടാൻ ലാൻഡ്സ്കേപ്പ് ഒക്കെ ആയി ബന്ധപ്പെട്ട് വെച്ചിട്ടുള്ള ഒരു സ്പീഷീസ് ആണ്. പക്ഷേ ഹൈലി ഇൻവേസീവ് ആണ്, ഹൈലി ഡിസ്ട്രക്റ്റബിൾ ആണ്. എൻവിറോൺമെന്റലി നോക്കുകയാണെങ്കിൽ ഹൈലി ഡിസ്ട്രക്റ്റീവ് സ്പീഷീസ് കൂടിയാണ് ഈ സെന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ഇത്രയാണ് നമ്മളിന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഓരോ ന്യൂസും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ദിവസം കാണാം.